രാജ്യസന്നദ്ധ അറിയിച്ചു. രാജിക്കത്ത് ഇപ്പോൾ അയച്ചു തരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കത്ത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാജി ഗവൺമെന്റ് അംഗീകരിക്കും. ഞാൻ പറഞ്ഞതിനകത്ത് ഒരു തരത്തിലും സ്ത്രീവിരുദ്ധമായ ഒരു കാര്യമില്ല. എനിക്ക് ആരെയും ഗവൺമെന്റിന് ആരെയും സംരക്ഷിക്കുന്ന ബാധ്യതയില്ല. നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു, അതിന്റെ ഭാഗമായി സ്വാഭാവികമായിട്ടും പറയും. കാരണം ഇടതുപക്ഷ മനസ്സ് സ്ത്രീപക്ഷത്താണ്, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം സ്ത്രീപക്ഷത്താണ്. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ മനസ്സും രാഷ്ട്രീയവും സ്ത്രീപക്ഷത്ത് നിൽക്കുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്തൊരു ഗവൺമെന്റ്, അതിനുവേണ്ടി ഒരു കമ്മിറ്റി നിയോഗിച്ച ഗവൺമെന്റ്, ആ കമ്മിറ്റി കണ്ടെത്തിയ കാര്യങ്ങളിൽ മേൽ നിലപാട് സ്വീകരിച്ചൊരു ഗവൺമെന്റ്, ഒരുപാട് നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഗവൺമെന്റിനെ നിങ്ങൾക്ക് താറടിച്ച് കാണിക്കണം. നിങ്ങൾക്ക് വേറെ ഇൻട്രസ്റ്റ് കാണും. അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ ഭയമാണ്. വിപ്ലവം കുറെ വിഡ്ഢികൾ ഒരുമിച്ച് കാണുന്ന ഒരു പാഴ്ക്കിനാവല്ല, ചരിത്രത്തിന്റെ അനിവാര്യതയാണ്. നീ പിൻവാങ്ങിയാൽ നിന്റെ സ്ഥാനത്ത് പുതിയതായി 100 പേർ വരും. ഈ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് വൻ തലകൾ ഉരുണ്ടു തുടങ്ങുന്ന മലയാള സിനിമ ആടി ഉലഞ്ഞു തുടങ്ങുന്ന ഈ നിമിഷത്തിൽ പ്രൈം ഡിബേറ്റിലേക്ക് കടക്കുന്നത്. ലൈംഗിക അതിക്രമ ആരോപണത്തിൽ അമ്മ ജനറൽ സെക്രട്ടറി പദവി രാജിവെച്ച് സിദ്ദിഖ്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവി ഒഴിഞ്ഞ് രഞ്ജിത്ത്, ആരോപണങ്ങൾ ഉയർന്നവരുടെ പട്ടികയിൽ മുകേഷ്, റിയാസ് ഖാൻ, അലൻസിയർ, അങ്ങനെ പേരുകൾ തുടരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വാലും തലയും പേരുമില്ലാത്ത വെറും ഊഹോപോഹമല്ലേ എന്ന് പറഞ്ഞവരുടെ തലകൾ തന്നെ അരിഞ്ഞു വീഴ്ത്തി. ഓരോ മണിക്കൂറിലും മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും മുന്നിലേക്ക് എത്തുകയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ. ആടിയുലയുന്നത് സിനിമ മാത്രമല്ല, രാഷ്ട്രീയ പോരും ആളിക്കത്തുകയാണ്. വകുപ്പ് മന്ത്രിയായി തുടരാൻ സജി ചെറിയാന് അർഹതയില്ലെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ സർക്കാർ വേട്ടക്കാർക്കൊപ്പമെന്ന് ഉദ്ഘോഷിക്കുകയാണ് BJP. ആരെയും സർക്കാർ സംരക്ഷിക്കില്ലെന്ന് മന്ത്രിമാരടക്കം ആവർത്തിച്ചു പറയുമ്പോഴും നിയമവശം പരിശോധിക്കാനുള്ള ഇപ്പോഴത്തെ കാലതാമസം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നുകൂടി ചോദിക്കുന്നു മറുഭാഗം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാൻ അക്ഷീണം പ്രയത്നിച്ച, നടി ആക്രമിക്കപ്പെട്ട കേസ് കെടാതെ നിർത്തിയ ഞങ്ങൾ മാധ്യമങ്ങളുടെ മേഖല ഈ കൊള്ളരുതായ്മകളിൽ നിന്നൊക്കെ മുക്തമാണോ എന്ന് ചോദിക്കുന്നവരോടാണ് ഇനി പറയാനുള്ളത്. നിങ്ങൾക്കും വേണ്ടേ ഒരു ഹേമ കമ്മിറ്റി എന്ന് ചോദിച്ചവരോടാണ് പറയാനുള്ളത്. അങ്ങനെ ഒരു കമ്മിറ്റി എല്ലാ മേഖലയിലും മാധ്യമരംഗത്തും വരണം. വിവേചനവും വെട്ടിനിർത്തലും ലൈംഗിക ചൂഷണവും ഒരു മേഖലയിലും ഒഴിവാക്കി നിർത്താനാവില്ല. തലകൾ ഉരുളാൻ ഇവിടെയുമുണ്ടെങ്കിൽ ഉരുളണം, പുറത്താക്കാൻ പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ പുറത്താക്കപ്പെടണം. അപ്പോൾ സിനിമാ രംഗത്തെ പലരും ന്യായീകരിച്ചതുപോലെ ഇവിടെ ഒരു പരാതിയും ഉയർന്നിട്ടില്ല, ഞങ്ങളൊന്നും കേട്ടിട്ടേയില്ല എന്ന് പറയാൻ ഒരു വനിതാ മാധ്യമ പ്രവർത്തകരും ഉണ്ടാകില്ല. ഇരകൾക്കൊപ്പമേ നിൽക്കൂ, ആ ഒറ്റ ശബ്ദമേ ഉയരൂ. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നീ ആരാണ് ഞങ്ങൾ സിനിമാക്കാരെ കുറിച്ച് ചോദിക്കാനെന്ന ചോദ്യത്തിന് മുന്നിൽ തലയുയർത്തി ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ നിൽക്കുന്നത്. അതിനിയും തുടരും. വിരട്ടി നോക്കുന്നവർ പരിഹാസ്യരായി മടങ്ങുമെന്നുകൂടി പറഞ്ഞുകൊണ്ട് പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം ചേർന്ന് പ്രധാനപ്പെട്ട പാനലിസ്റ്റുകൾ, അഭിനേത്രിയും ആക്ടിവിസ്റ്റുമായ ഗായത്രി വർഷ, ആക്ടിവിസ്റ്റ് പി ഉഷ, നിയമവിദഗ്ധയും ആക്ടിവിസ്റ്റുമായ TB മിനി, സംവിധായകൻ ബൈജു കൊട്ടാരക്കര, BJP നേതാവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, കോൺഗ്രസ് നേതാവ് വീണ നായർ, നിർമ്മാതാവ് സാന്ദ്ര തോമസ് എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. നടി ഉഷയും നമുക്കൊപ്പം ചേരുമെന്ന് പറഞ്ഞിരുന്നതാണ്. വളരെ പെട്ടെന്ന് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് നടി ഉഷയിലേക്ക് കടക്കാൻ കഴിയുകയുമില്ല. വളരെ പെട്ടെന്ന് ഗായത്രി വർഷ, ആരും പരാതിയുമായി വരുന്നില്ല, ആരും പേരുകൾ ഉയർത്തുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ റിപ്പോർട്ടിൽ നടപടിയെടുക്കുക എന്ന് ചോദിച്ചവർ ഒന്നല്ല ഒരുപാടായിരുന്നു. ഈ ചോദിച്ചവരുടെ തന്നെ തല ഉരുട്ടി വീഴ്ത്തിക്കൊണ്ട് പേരുകൾ പറയുന്നു, ആരോപണങ്ങൾ ഉയരുന്നു. ഇപ്പോഴത്തെ വലിയ 2 രാജിയിലേക്ക് ഇന്നത്തെ പകൽ നീണ്ടിരിക്കുന്നു. ഇപ്പോഴും ആരോപണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് മതിയോ? ഇതുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടുമോ എല്ലാം? ഇനി അങ്ങോട്ട് ശുദ്ധീകരിക്കപ്പെടും. ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അകത്ത് ആദ്യം മുതൽ ചർച്ച നടക്കുമ്പോഴേ നമ്മൾ ഓരോരുത്തരും ചർച്ചയിൽ പങ്കെടുക്കുമ്പം ആവർത്തിച്ച് ഇപ്പം ഞാൻ News 18-ലാണ് ഇരിക്കുന്നത് അല്ലേ, ഓരോ ചാനലുകളിൽ ഇരുന്ന് പറയുമ്പോഴും പറഞ്ഞിരുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, ആവേശം വേണ്ട, ഇതിൽ കൃത്യമായ നടപടികളും ഉണ്ടാകും, തിരുത്തലുകളും ഉണ്ടാകും, വെട്ടിനിരുത്തലുകളും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിരുന്നു.
കാരണം 30 വർഷത്തെ സിനിമ എക്സ്പീരിയൻസിൽ എന്താണ് ആ ലോകം, എവിടെയാണ് ആ ലോകം നിൽക്കുന്നത്, എത്ര സ്ത്രീവിരുദ്ധമാണ്, അല്ലെങ്കിൽ എത്രയധികം സ്ത്രീക്ക് അപകടകരമായ ഒരു മേഖലയാണ് എന്നൊരു നേർക്കാഴ്ചകളിലൂടെ അറിയുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നന്നായി അറിയാമായിരുന്നു. ഇത് സംഭവിക്കും എന്ന് നന്നായി. അവിടെ നമ്മൾ ആവേശത്തിൽ കയറി ഒന്നും ഇപ്പോൾ ഇതിവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നലെ ഇപ്പം അപർണ പറഞ്ഞല്ലോ, ഉഷ ചേച്ചിക്ക് ശാരീരിക അസ്വാസ്ഥ്യം എന്ന് പറഞ്ഞല്ലോ, BP ഷൂട്ടപ്പ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിങ്ങൾ ഈവനിങ് ചാനലിൽ നമ്മളെ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ ഓരോ ചാനലുകാർ റെസ്പോൺസ് എടുക്കും. അതല്ലാതെ നമ്മൾ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നു, പ്രതികരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻസുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സോണിയ മൽഹാറിൻ്റെ ഇന്നലത്തെ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവരവരുടെ അനുഭവം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കണ്ണുനീര് തുടച്ചുകൊണ്ട് ഇങ്ങനെ 2 കൈകൊണ്ടും കണ്ണുനീര് തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെയൊക്കെ വീട്ടിലിരിക്കുന്ന ആണുങ്ങളുടെ വരെ കണ്ണ് നിറഞ്ഞ് കരയുന്നുണ്ട്. ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്നു. വീട്ടിൽ മകനും അമ്മയും ചോദിക്കുന്നു, നീ എന്ത് സിനിമാ നടിയാന്ന് ചോദിക്കുന്നു. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്. ഞാനും ഇപ്പോഴും വാടക വീട്ടിലാണ് കഴിയുന്നത്. 30 വർഷം പണിയെടുത്ത ഞാനും ഇപ്പോഴും വാടക വീട്ടിലാണ് കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമാ രംഗത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ബൈറ്റ് വരുമ്പോൾ അതിൻ്റെ താഴെ സോണിയ മൽഹാറിൻ്റെ ബൈറ്റിന് താഴെ അല്ലെ കൊടുത്ത ഒരു റെസ്പോൺസിന് താഴെ വരുന്ന തെറിവിളികൾ അല്ലെങ്കിൽ അധിക്ഷേപങ്ങൾ എന്ത് നീചമായിട്ടായി സമൂഹം പ്രതികരിക്കുക. ഇതും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ പ്രതീക്ഷയോടെ ഇനി അങ്ങോട്ടൊരു വലിയ നമ്മളുടെയൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെയും ഈ പൊതുസമൂഹത്തിൻ്റെയും ഏറ്റവും ഇഷ്ടമുള്ള മേഖലയിൽ ഏറ്റവും തൻ്റെയിടത്തോടെ ഇനി പണിയെടുക്കാം, ഏറ്റവും തൻ്റെയിടത്തോടെ ഞങ്ങൾക്കിവിടെ ജോലി ചെയ്യാം എന്ന് വിചാരിക്കുന്ന സമയത്ത് പൊതുജനത്തിൻ്റെ റെസ്പോൺസ് അവിടെ ഇത്രയധികം നീചന്മാരായിട്ടുള്ള ആണുങ്ങളുടെ അധികാരത്തിൻ്റെ ഇടങ്ങളുടെ തല വെട്ടി താഴോട്ടിടുമ്പോൾ ആർജവത്തോടെ നിങ്ങൾ ചേറി വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ വെറും ആണുങ്ങളുടെ മ്ലേച്ഛമായ ചിന്തയ്ക്കൊപ്പമാണ് കേരള സമൂഹം എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ BP ഷൂട്ടപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ ആത്മവിശ്വാസവും പോകുന്നുണ്ട്, തളർന്നു പോകുന്നുണ്ട്. പക്ഷെ ഇത് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു സമരമുഖമാണ്. ഞങ്ങൾക്ക് സമരം ചെയ്യുന്നിടത്ത് ഞങ്ങളുടെ സമരവും ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങളും കേൾക്കാൻ ധീരമായ ഒരു സ്പേസ് ഇവിടെയുണ്ട്. പൊതുസമൂഹം ഉൾപ്പെടെ, ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് ഉൾപ്പെടെ, നിയമം ഉൾപ്പെടെ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് ശുദ്ധീകരിച്ച് തന്നെ പോകും. പിന്നെ അപർണ പറഞ്ഞ മറ്റൊരു മേഖല അല്ലേ, മാധ്യമരംഗം. ഇതേ അനുഭവങ്ങളുള്ള പെൺകുട്ടികൾ തന്നെയാണ്. ഞാനും മാധ്യമവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം ഇതേ ആണധികാരത്തിൻ്റെയും പണാധികാരത്തിൻ്റെയും ചൂഷണങ്ങൾ സ്ത്രീകളുടെ നേരെ നന്നായുള്ളൊരു രംഗമാണിതും. ഇവിടെയും വരും ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടില്ലെങ്കിലും ഇതിങ്ങോട്ട് വരും. അതേപോലെ തന്നെ പൊതുപ്രവർത്തന രംഗം, പൊതുരാഷ്ട്രീയ രംഗം, സാമൂഹ്യ പ്രവർത്തന രംഗം, ഇങ്ങനെ എവിടെയെല്ലാം സ്ത്രീകളുടെ ശബ്ദവും മുഖവും നട്ടെല്ലുയർത്തി സ്ത്രീ നിൽക്കുന്നുണ്ടോ അവിടെയെല്ലാം അധിക്ഷേപിച്ചില്ലാതാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂഷണങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അത് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പൊതുസമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്നുള്ള നിലയിൽ എല്ലായിടത്തും ഇത്തരത്തിലുള്ള ചൂഷണങ്ങളുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ വന്ന് ഈ ഫ്ലോറിൽ ഇരിക്കുമ്പോൾ ഇത്രയും ദിവസമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടിരിക്കുമ്പോൾ വളരെയധികം പ്രതീക്ഷയിലാണ് സ്ത്രീ സമൂഹം. എന്താണ് സ്ത്രീപക്ഷ കേരളം എന്ന് പറഞ്ഞത്? ആ സ്ത്രീപക്ഷ കേരളം ഇവിടെ ഉണ്ടാവും. നവകേരള ശില്പികൾ നവകേരളം നിർമ്മിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അടുത്ത 25 വർഷത്തിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും നല്ലൊരിടമായി, വികസിത ഇടമായി, ഒരു വൈജ്ഞാനിക വികസിത ഇടമായി കേരളം മാറുമെന്ന് പറയുമ്പോൾ ആ വൈജ്ഞാനിക വികസിത ഇടത്തിൻ്റെ എല്ലാ വികസിത ഇടങ്ങളും തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ സമൂഹം കേരളത്തിലുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയുടെ നല്ല നെയ്ത്തിരിവട്ടം ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇപ്പം ഉണ്ട്. അതിന് ഏറ്റവും നന്ദിപൂർവ്വം ഈ സർക്കാരിനെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചർച്ചയിലേക്ക് കടക്കുന്നത്. എന്നും എത്ര ധീരമായ നിലപാടാണ് മറ്റേ അക്കാദമി ചെയർമാൻ്റെ രാജി, ശ്രീ രഞ്ജിത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി എത്ര ആർജവത്തോടെയാണ്. അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നതിന് മുമ്പ് തന്നെ ഈ കേരളത്തിൻ്റെയും സാംസ്കാരിക കേരളത്തിൻ്റെയും ഈ ഒരു സർക്കാരിൻ്റെയും നിലപാടിൻ്റെ കാർക്കശ്യം മനസ്സിലാക്കി തലേ ദിവസം ഒന്ന് മുഖം ചുളിച്ച് വെച്ചെങ്കിലും പിറ്റേ ദിവസം രാവിലെ രാജി കൊടുക്കാൻ ശ്രീ രഞ്ജിത്ത് തയ്യാറായി. അതേപോലെ ഇന്നലെ രാത്രി എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട്. അത് ഞാൻ തിരികെ എത്താം. ശ്രീമതി ഗായത്രി വർഷ, TB മിനി, സർക്കാർ
നിർബന്ധിതമാകുന്നു ചില നടപടികൾ എടുക്കാൻ. ഒരുപക്ഷെ നിലപാട് മാറ്റുന്നു സർക്കാർ. എല്ലാവരും പരാതികൾ കൊടുക്കട്ടെ എന്ന് പറയുന്നിടത്ത് ഇപ്പോൾ ഇതൊരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു. ആ അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുന്നു. ആരോപണം ഉന്നയിച്ചവരുടെ മൊഴിയെടുക്കും, പരാതിയിൽ ഉറച്ചു നിന്നാൽ കേസെടുക്കും. ആ തരത്തിലേക്ക് നിലപാട് വരികയാണ് ഒരല്പം മുൻപ്. മറ്റ് വഴികളില്ല. ഒരുപക്ഷെ ആരും വിചാരിക്കാത്ത രീതിയിൽ ആളിക്കത്തുന്ന സമയത്ത് ഈ പ്രതിരോധത്തിലാകുന്ന ഭരണകൂടത്തിന് മുന്നിൽ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. അങ്ങനെയാണല്ലോ വിപ്ലവങ്ങൾ വരുന്നത്. ടി.ബി. മിനി, നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? സിനിമാ മേഖലയടക്കം ശുദ്ധീകരിക്കാൻ, അഗ്നിശുദ്ധി വരുത്താൻ ഇപ്പോൾ ഈ ഉരുണ്ട തലകളുടെ എണ്ണം മാത്രം മതിയാകുമോ? എന്തായാലും സർക്കാരിന്റെ ഈ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ഞാൻ കഴിഞ്ഞൊരു 5 ദിവസക്കാലമായി വിവിധ ചാനലുകളിൽ ചർച്ചയ്ക്ക് പോകുമ്പോൾ ഞാൻ പറയുന്നൊരു നിലപാടുണ്ടായിരുന്നു. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ വെക്കണം എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് FIR ഇട്ട് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അത് എന്നെ കളിയാക്കിയ പല ആളുകളുമുണ്ട്. അപ്പൊ നിയമത്തിൽ FIR ഇടാൻ പറ്റില്ല, ആളുകളുടെ പരാതി വേണം, നേരിട്ട് വന്ന് പരാതി തരണം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ആക്ഷേപിച്ചവരുമുണ്ട്. മിനിക്ക് വട്ടാണെന്ന് ചോദിച്ചവരുണ്ട്. അപ്പൊ ഞാനൊരു ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ച് മാഡം കമ്മീഷണർ എന്ന് പറഞ്ഞ ഒരു IPS ഓഫീസറുടെ ബുക്കിൽ അവരുടെ ഒരു അനുഭവം പറയുന്നത് ഈ ഇന്ത്യയിൽ നടന്ന കഥയും ഞാൻ പറഞ്ഞ് ആളുകളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിഷയം മാത്രമല്ല, അങ്ങനെ പല ഇൻസിഡന്റും ഇന്ത്യൻ പോലീസ് സിസ്റ്റത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം എക്സാമ്പിൾസ് ഉണ്ടാവും. അപ്പോൾ ഈ കഴിഞ്ഞ CRPC പ്രകാരമാണെങ്കിലും നമ്മള് പുതിയ BNS പ്രകാരമാണെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇത് ഗ്യാങ് റേപ്പാണ്, ഒരു തുടർച്ചയായിട്ട് പല മേഖലകളിലും പല ആളുകൾക്കും അതിനെ സംബന്ധിച്ച് നമ്മളൊരു അന്വേഷണം നടത്തി. നമ്മൾ യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ത്രീകളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ടാക്കേണ്ട സൗകര്യങ്ങളെ സംബന്ധിച്ചാണ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടായത്. അതേസമയം അത് ആദ്യ സമയത്ത് ഈ വിറ്റ്നസിനെ കിട്ടാനും ആളുകൾ മൊഴി പറയാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായി. പിന്നീട് അത് അവരെടുത്ത രീതി തന്നെ പോലീസ് വഴി നോട്ടീസ് സർവ് ചെയ്ത് ആളുകളുടെ ഐഡന്റിറ്റി ഒക്കെ ഈ റിപ്പോർട്ടിലുണ്ട്. അതൊന്നും ഇല്ല എന്ന് പറയുന്നത് വെറുതെയാണ്. അപ്പൊ അത് പോയി പോലീസ് നോട്ടീസ് കൊടുത്ത് ആളുകൾ മൊഴി കൊടുത്ത്, അപ്പൊ ഈ മൊഴി കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ കൊടുക്കുന്ന, ഇപ്പൊ വനിതാ കമ്മീഷനിൽ പരാതി കൊടുക്കാൻ ആളുകൾ പോകണം. ഇവിടുത്തെ സ്ത്രീകളെ സംബന്ധിച്ച് എത്ര പേർക്ക് അറിയാം വനിതാ കമ്മീഷന് സ്റ്റാറ്റ്യൂട്ടറി പവർ ഇല്ല, അവര് നേരെ പോലീസിലേക്ക് അയക്കാം, അവര് കൺസിലിയേഷൻ ബോഡിയാണെന്ന് അറിയുന്ന ആളുകളല്ല. പക്ഷെ സാധാരണ സ്ത്രീകളെ സംബന്ധിച്ച് എവിടെ ചെന്നാലാണ് നമ്മൾക്ക് നീതി കിട്ടുക എന്ന് കരുതിയാണ് അവർ പോകുന്നത്. അതുപോലെ തന്നെ ഈ കമ്മിറ്റി മുൻപാകെ വന്ന് മൊഴി കൊടുത്ത് അതിന് ആവശ്യമായ പല ആളുകൾ ആവശ്യമായ തെളിവുകളും കൊടുത്ത് പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ മതി സർക്കാരിന് കേസെടുക്കാൻ. അതിനുശേഷം ഈ ആളുകളുടെ സമീപിച്ച് അവരുടെ മൊഴികൾ രഹസ്യമായി എടുത്ത് കൃത്യമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാമായിരുന്നു. അപ്പൊ ഇത് ആദ്യം മുതൽ അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഓരോ കോണുകളിൽ നിന്നും ആളുകൾ വന്ന് സത്യത്തിൽ സർക്കാരിന്റെ ഉള്ളിലിരിക്കുന്ന പല ആളുകളും വലിയ നാണക്കേടുണ്ടാക്കി എന്നതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നിയമം ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്ന ഒരു നിയമത്തിനെ അല്ല എന്ന് പറഞ്ഞ് പല സർക്കാരിന്റെ നിയമ ഉപദേശം നൽകുന്ന ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉണ്ടായത്. എനിവേ, ഞാൻ സന്തോഷവതിയാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഇടതുപക്ഷ ആശയങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാരിനോടും കലാപം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിലപാട് സർക്കാർ എടുക്കണമെന്ന ശക്തമായിട്ടുള്ള ഒരു ആവശ്യം പൊതുജനങ്ങളെ. അപ്പൊ ഞാനിതിൽ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. ഈ കേരളത്തിൽ സാധാരണ രീതിയിൽ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ CPM-ന്റെയും CPI-യുടെയും ഇടതുപക്ഷ വിഭാഗങ്ങളുമായിട്ടുള്ള സൈബർ വിങ് വലിയ രീതിയിൽ സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്ത് രംഗത്ത് വരുമായിരുന്നു സാധാരണ രീതിയിൽ. ഈ 4-5 ദിവസം പക്ഷെ ഞാൻ അങ്ങനെ ഒരു സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്ത് ഇടതുപക്ഷത്തിന്റെ തന്നെ CPM-ന്റെ തന്നെ ഭാഗത്ത് നിന്ന് സാധാരണ മനുഷ്യരാരും വരുന്നത് കണ്ടില്ല. ഞാനിപ്പോ കുറെ നാളായല്ലോ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കേസ് നടത്തണം, അതിന്റെ ഫുള്ള് വിവരങ്ങളും എനിക്കറിയാം. ഞാൻ അതിൽ എടുക്കുന്ന റിസ്ക് കേരളത്തില് ഏതാണ്ട് എല്ലാ ആളുകൾക്കും ആ റിസ്കിനെ സംബന്ധിച്ച് നല്ല ബോധ്യവുമുണ്ട്. അപ്പൊ ഇന്ന് എന്റെ ചില സുഹൃത്തുക്കള് ചില വീഡിയോകളൊക്കെ പറയുന്നുണ്ട് ഈ പിതാവിന്റെ ചില ഗുണങ്ങളെ കുറിച്ച്. കാരണം പിതാവ് ഈ പണ്ടൊക്കെ വരമ്പത്ത് കൊടുക്കില്ല, പിന്നെ എന്ന് വെക്കുന്ന പിതാവ് ഇപ്പൊ വരമ്പത്ത് തന്നെ കൊടുക്കുന്ന അവസ്ഥയാണ്. ഞാൻ ഈ നടി ആക്രമിച്ച കേസിൽ ഈ
പ്രതിയായിരിക്കുന്ന നടന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആളുകളായിരുന്നു ഇന്നിപ്പോ വീണ 2 വൻമരങ്ങൾ. അപ്പൊ അന്ന് ഈ സർക്കാർ ഇത്തരം ആളുകളെ സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമാക്കുന്നതോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഇത്ര സ്ത്രീവിരുദ്ധരായിട്ടുള്ള ആളുകളെ, സ്ത്രീകളെ എല്ലാ ദിവസവും രാത്രി 2 അടിച്ചിട്ട് സ്ത്രീകളുടെ വാതിൽ മുട്ടുന്ന ഒരു സ്ത്രീയുടെ ഫോൺ നമ്പർ കിട്ടിയാൽ പാതിരാത്രിക്ക് വിളിച്ച് അവരെ ശല്യം ചെയ്യുന്ന ഇത്തരം ആളുകളെ എന്തിനാണ് ഇടതുപക്ഷം ഇങ്ങനെ മന്ത്രിയിലും മന്ത്രിസഭയിലും MLA ഒക്കെ ആക്കി കൊണ്ടു നടക്കുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും ആ യുക്തി മനസ്സിലാകുന്നേ ഇല്ല. അപ്പൊ അതൊക്കെ വലതുപക്ഷ ആശയങ്ങൾ തന്നെയാണ്. ആ വലതുപക്ഷ ആശയങ്ങളിലേക്ക് പോകാതെ കൃത്യമായും ഇപ്പോൾ ഈ നിലപാട് പ്രഖ്യാപിച്ചത് സർക്കാരിനെ സംബന്ധിച്ച് നല്ലതാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ കേരളത്തിലെ 20ഓളം വരുന്ന വനിതാ അഭിഭാഷകർ ഞങ്ങളൊരു തീരുമാനമെടുത്ത് അത് ഞങ്ങൾ ഫേസ്ബുക്കുകളിലൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്ത്രീകൾക്ക് ആർക്കെങ്കിലും അവരുടെ ഈ പരാതി കൊടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ ആ ഫേസ്ബുക്ക് മെയിൽ ID അവരുടെ പരാതികൾ അയച്ചു തന്നാൽ കൃത്യമായും കോടതി വഴിയോ അല്ലാതെയും അവരുടെ പേരുകൾ ഒരു തരത്തിലും വെളിപ്പെടുത്താതെ പേരുകൾ അയച്ചു തരണം, അവർ ഒപ്പിട്ടും തരണം. പക്ഷെ ആ കാര്യങ്ങളൊന്നും തന്നെ പുറത്തറിയിക്കാതെ കൃത്യമായിട്ടുള്ളൊരു നടപടിക്ക് വനിതാ അഭിഭാഷകരുടെ ഒരു സംഘം തീരുമാനമെടുക്കുകയും അതിന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫേസ്ബുക്കുകളിൽ ഞങ്ങളത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് സ്ത്രീകൾക്ക് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം, ഈ കൾപ്രിറ്റ്സിനെ അല്ല, വിക്ടിംസ് ആയിട്ടുള്ള ആളുകളുടെ പേര് സുപ്രീം കോടതിയുടെ കൃത്യമായിട്ടുള്ള അറസ്റ്റുണ്ട്. ഒരു കാരണവശാലും നമ്മൾ പുറത്തു പറയരുതെന്ന്. അവരുടെ പേരുകൾ ഒരിക്കലും പുറത്തു വരേണ്ട കാര്യമില്ല. അങ്ങനെ വരാതെ തന്നെ അവരുടെ അവകാശങ്ങൾ, അവർക്ക് നേരിട്ടുള്ള ഹർട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും നേരിട്ടുള്ള ഈ സൊസൈറ്റിക്ക്, കേരള സൊസൈറ്റിക്ക് നേരിട്ടിട്ടുള്ളതാണ്. പിന്നെ ഹേമ കമ്മിറ്റി വെച്ചതുപോലെ തന്നെ കമ്മീഷനാണോ കമ്മിറ്റിയാണോ അതിന്റെ തർക്കങ്ങളിലേക്ക് ഒരിക്കലും സർക്കാർ പോകരുതായിരുന്നു. പക്ഷെ ഇപ്പൊ കമ്മിറ്റി തന്നെ അംഗീകരിച്ച് അതിന്റെ മേലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ വെച്ചു എന്ന് പറയുന്നതും ഈ സർക്കാരിനും ഇടതുപക്ഷത്തിനും ഒരു പൊൻതൂവൽ തന്നെയാണ്. തീർച്ചയായിട്ടും ബിഗ് സല്യൂട്ട്. ഓക്കെ, യെസ്, ഞാൻ തിരികെ എത്താം. സംവിധായകൻ ബൈജു കൊട്ടാരക്കര നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബൈജു കൊട്ടാരക്കര, പല വിധത്തിൽ പരാതികൾ വരുമ്പോൾ ആ പരാതികൾ ഉയർന്നു കേൾക്കണമെങ്കിൽ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് പല സ്ത്രീകളും മുന്നോട്ട് വരാറുള്ളത് എന്നൊക്കെ പല പല കാലഘട്ടങ്ങളായിട്ട് കണ്ടതാണ്. അപ്പോഴും ചില കാര്യങ്ങളൊക്കെ പറയാൻ ആർജവം കാണിച്ച ആൾക്കാരിലൊക്കെ ഒരാളാണ് താങ്കളും. ഇത് ഒരു മടിയുമില്ലാതെ ആര് പറയും പരാതി വരട്ടെ, പേരുകൾ പറയട്ടെ എന്ന് പറയുന്നിടത്ത് പേരുകൾ വരുന്നു, പരാതിക്കായ ആൾക്കാർ വരുന്നു. ഇത് അവസാനിക്കുന്നില്ല. ഓരോ മിനിറ്റും നാളെ ആരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്നാണ് മാധ്യമങ്ങൾ പോലും അതൊരു ബോംബാർഡഡ് ആയിട്ടാണ് ഈ വെളിപ്പെടുത്തലുകളെല്ലാം വരുന്നത്. ഇനിയും കേൾക്കാനുണ്ടോ പ്രമുഖരുടെ പേരുകൾ? ഇപ്പോഴും മിണ്ടാതിരിക്കുന്ന പലരുമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട പലരുടെയും പ്രതികരണങ്ങൾ ഇപ്പോൾ പോലും വന്നിട്ടില്ല സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന്. ഇനിയും ഭയപ്പെടേണ്ടത് ഒരുപക്ഷെ വീണ്ടും മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് ആ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ ഇനിയും വരും. അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും വരും. കാരണം ഈ സിനിമയുടെ ഒരു പോക്ക് അങ്ങനെയാണ്. സിനിമയുടെ പോക്കെന്ന് പറഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ മൊത്തം പോക്കല്ല. ഇത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ഓരോ ആളുകളെയും ബാധിക്കുന്ന കാര്യമാണ്. കാരണം ഇത്രയധികം ആളുകൾക്ക് പരോക്ഷമായും പ്രത്യക്ഷമായും ജോലി ചെയ്യുന്ന അവരുടെ കുടുംബങ്ങളെ പോറ്റുന്ന ആളുകൾക്ക് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്ന ഈ നാണക്കേട്, ഇതിലെ ഒരു കാര്യങ്ങൾ പോലും അറിയാത്ത ആളുകൾക്ക് പോലും ഈ നാണക്കേട് ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തുള്ള ഈ വൃത്തികെട്ട ആളുകളെ, അല്ലെങ്കിൽ മീൻസ് ഈ വൃത്തികെട്ട സ്വഭാവദൂഷ്യമുള്ള ഈ പ്രമുഖന്മാരെന്ന് അഹങ്കരിക്കുന്ന ആളുകളെ, അവരെ പുറത്തു കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വേറെ കാര്യം ചോദിക്കട്ടെ, ഈ ഇത്രയും പേരുകൾ പുറത്തു വന്നു. ഇന്നിപ്പോ മുകേഷിനെതിരെയും പുതിയ പേര് വന്നിരിക്കുന്നു. ടെസ ജോസഫ് എന്ന് പറയുന്ന പെൺകുട്ടി കോടീശ്വരന്റെ ഇതായിരുന്നു, കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരുന്നു. അപ്പൊ അവര് പോലും 20ാമത്തെ വയസ്സിൽ മുകേഷ് അവരെ റൂമിലേക്ക് വിളിച്ചു എന്നും അടുത്ത റൂം കൊടുത്തു. ഇതൊക്കെ സാധാരണയായിട്ട് സിനിമയിൽ പല സ്ഥലങ്ങളിലും നടക്കാറുള്ള കാര്യം അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയായിപ്പോ. അതുകൊണ്ട് ഇത് നടക്കാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് മിക്കവാറും. പക്ഷെ ഒരാളുടെ അനുവാദമില്ലാതെ അയാളെ റൂമിലേക്ക് വിളിക്കുക, അയാളെ ഉപദ്രവിക്കുക, അയാളെ ബലാത്സംഗം ചെയ്യുക, എന്നിട്ട് അവർക്ക് മേൽ കുറ്റങ്ങൾ ചാർത്തുക എന്നൊക്കെ പറയുന്നത് ഒരു സുഖമില്ലാത്തൊരു നടപടിയല്ലേ? സുഖമില്ലാത്ത നടപടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് തീർത്തും സാമൂഹ്യ വിരുദ്ധമായ പ്രവണതകൾ തന്നെയാണ്. നേരത്തെ TP മിനി പറഞ്ഞതുപോലെ അവർ 20ഓളം അഭിഭാഷകർ ചേർന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനകത്ത് ഇരകളായി വന്ന ആ പെൺകുട്ടികൾക്ക് മുഴുവൻ അവർ തുറന്നു പറയാൻ ധൈര്യമുണ്ടെങ്കിൽ അതിലെ ആ കുറ്റക്കാര്, അതിലെ ആ
പ്രതികളായി നിൽക്കുന്ന ആളുകളെ തീർച്ചയായും ഇത് രംഗത്ത് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും നാണക്കേട് തന്നെയാണ്. ഇനിയും ഒരുപാട് വരാനുണ്ട്. അവരുടെ ഒരു കാര്യം ഇവിടെ ഈ സിനിമകൾ തുടങ്ങുന്നതിന് മുമ്പ് ഫോട്ടോഷൂട്ട് ഒരു പരിപാടിയുണ്ട്. ഈ തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഷൂട്ടും കഴിഞ്ഞിട്ടും ഉണ്ട്, ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പൊ ഈ ഫോട്ടോഷൂട്ടിന് എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്നെ ഇന്നലെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞതാണ്, അദ്ദേഹം എനിക്ക് 2-3 ഓഡിയോ ക്ലിപ്പുകളും അതിനുണ്ട്. ആ ഓഡിയോ ക്ലിപ്പ് അതിന് ഇരയായ ആളുകളുടെ സമ്മതമുണ്ടെങ്കിൽ അത് ഇന്നല്ല ഏത് നിമിഷവും പുറത്തുവിടാൻ ഞാൻ തയ്യാറാണ്. ഇതിനകത്ത് 1-2 വില്ലന്മാര് മലയാള സിനിമയിൽ ഇപ്പൊ ബലസിൽ തന്നെ നിൽക്കുന്ന 1-2 ആളുകൾ വില്ലന്മാരെ ഉദ്ദേശിച്ചത് അതിനകത്ത് ചില നായകന്മാരും ചില ക്യാരക്ടർ നടന്മാരും ഒക്കെ 1-2 പേരെ ഇവര് ചോദിക്കുന്നത് നിങ്ങളുടെ ഈ മോഡലുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെടുത്ത് നിങ്ങളുടെ സ്റ്റില്ലുകൾ ഞാൻ കണ്ടിരുന്നു. അപ്പൊ അയാൾക്ക് ഫേസ്ബുക്കും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. ആ സ്റ്റില്ല് ഇന്ന ആളെ ഒന്ന് നമുക്ക് നായികയായിട്ട് നമ്മുടെ പടത്തിലേക്ക് വേണമായിരുന്നല്ലോ, അതിനെന്താ തരാം, ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസറൊക്കെ വിളിക്കാൻ പറയട്ടെ, ഒരു എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കാമെന്ന് പറയുമ്പോ ഈ ആർട്ടിസ്റ്റുകൾ 2 പേരും എറണാകുളം ജില്ലയിൽ തന്നെയുള്ളവരാണ്. പക്ഷെ ഇവർ 2 പേരും ഒരാൾ തൃശ്ശൂർ ജില്ലയിലാണ്, ഒരാൾ എറണാകുളം ജില്ലയിലാണ്. അപ്പോ ഈ 2 പേരും ചോദിക്കുക എന്താണെന്ന് അറിയാമോ? അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റ് മാത്രം സഹകരിച്ചാൽ നമ്മുടെ കൂടെ സിനിമയ്ക്ക് വേഷം കൊടുക്കാം, വേറെയും സിനിമകളിലേക്ക് റെക്കമെൻഡ് ചെയ്യാം. ഇതാണ് ഇവരുടെയൊക്കെ സംസാരം. മനസ്സിലായോ? അപ്പോ സിനിമയിലേക്ക് കടന്നു വരണമെങ്കിൽ മറ്റേതൊരു തൊഴിലെടുത്തേയും പോലെ സിനിമയിലേക്ക് കടന്നു വരണമെങ്കിൽ കൂടെ കിടന്നു കൊടുക്കണം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. ഇല്ലെങ്കിൽ യവന്മാര് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം പെൺപിള്ളേ. ഈ 2 ബൈജു കട്ടാർക്കര, ഈ 2 പേരുടെയും പേരുകൾ ഇതുവരെ വരാത്ത പേരുകളാണ് അല്ലെ? ഇതുവരെ പുറത്തേക്ക് വരാത്ത പേരുകൾ, ഉറപ്പായിട്ടും ഇതുവരെയും വരാത്ത പേരുകളാണ്. അവരെ വിളിച്ചതിന്റെ ഓഡിയോ ക്ലിപ്പ് സഹിതം മാക്ട ഫെഡറേഷന്റെ ഓഫീസിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇത് വിളിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഒരു സ്നേഹിതനാണ്, ആ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്റെ ഒരു സ്നേഹിതനാണ്, എല്ലാവരും അറിയുന്ന നടനാണ്, എല്ലാവരും പൂഴ്ത്തുന്ന നടന്മാരാണ്. ഒന്ന് ആലോചിക്കണം, ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ എന്താണ് കരുതേണ്ടത്? അത് ഒന്നല്ല, ഒരാളോടില്ല, പല പ്രാവശ്യം ഒരു നിർമ്മാതാവ് ഈ സ്നേഹിതനെ വിളിച്ചിട്ട് അയാളുടെ ഓഫീസിലേക്ക് വിളിച്ചു കൊടുത്തു. വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഓഫീസിലേക്ക് വിളിച്ചിട്ട് അയാളുടെ മാനേജർ ചോദിക്കുന്നു, അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണെങ്കിൽ മാത്രം വേഷം ഓഫറാണ് ആ സിനിമയിൽ. ഇതൊക്കെയാണ് മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ഇത് ഹോളിവുഡിലോ ബോളിവുഡിലോ ഒന്നും അല്ല. മലയാള സിനിമയിൽ ഇന്ന് തന്നെ നിങ്ങൾ TV ചാനലുകളെല്ലാം കണ്ടു കാണും. ഇവിടെ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട ഒരു നടൻ ഷൈൻ ടോം ചാക്കോ എന്നാണ് അയാളുടെ പേര്. അയാൾ ഉടുതുണി പോലും ഉടുത്ത് അത് അഴിഞ്ഞുപോയത് വീണ്ടും പെണ്ണുങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് എടുത്ത് ഉടുത്തുകൊണ്ട് ഒരു വരെ അഴകൊഴിഞ്ഞ ലൈനില് സ്ത്രീവിരുദ്ധ പ്രസ്താവനയൊക്കെ നടത്തും TV-യിലൂടെ. ഏതോ ഒരു റിപ്പോർട്ടർ എന്താ ചോദ്യങ്ങൾ ചോദിച്ചു. ഇതൊക്കെയാണ് ഇതിന്റെ മാന്യതയും ഒക്കെ വിട്ടുപോകുന്ന ഒരു സന്ദർഭം. ഇതാണ് സിനിമയുടെ ഒരു ജനങ്ങൾ കാണുന്ന ഒരു മാധ്യമമാണ് സിനിമ എന്നുള്ള കാര്യം ഇവരൊക്കെ ആലോചിക്കണം. പഴയ കാലമല്ല, ഇതൊന്നും ആലോചിക്കണം. ബൈജു കട്ടാർക്കര, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അത് നമ്മൾ ഇതുപോലെ ഇത്രയും ദിവസം ചർച്ചകൾ നയിക്കുമ്പോൾ പ്രധാനമായിട്ടും ഞങ്ങളടക്കമുള്ള അവതാരകരോട് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകുമോ? വളരെ പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകുമോ? ഇവരാരും ഇതുവരെ പ്രതികരണങ്ങൾ ഒന്നും നൽകിയിട്ടില്ല എന്ന്. അമ്മ പ്രസിഡന്റ് അടക്കമുള്ളവർ, മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ അടക്കമുള്ളവരുണ്ട്. ഈ വിഷയത്തിനകത്ത് മാധ്യമങ്ങളെ കാണാത്തവർ, ഇതുവരെ ഒരു പ്രതികരണം പോലും നടത്താത്തവർ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണമോ പ്രതികരണമോ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് മലയാള സിനിമ, എല്ലാവരെയും അടച്ചാക്ഷേപിക്കരുത് എന്ന് പറയാനെങ്കിലും അത്തരം ഒരു പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? എന്തുകൊണ്ടാണ് ഈ നടന്മാരാരും അല്ലെങ്കിൽ ഈ മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കാത്തത്? ഇവർ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇതിന്റെ പകുതി ഇഷ്യൂസ് തീർന്നേനെ. ഇവിടുത്തെ പ്രമുഖരായ സംവിധായകരെ കുറിച്ച് ഇവിടെ ഇത്രയും വിഷയങ്ങൾ വന്നപ്പോ ഫെഫ്ക എന്നൊരു സംഘടനയുണ്ടല്ലോ, കമാന്നൊരക്ഷരം ഇതുവരെയും മിണ്ടിയോ? ഇവിടെ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകനെ അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കി, അയാൾ രാജിവെച്ചു. അതേപോലെ പല സംവിധായകർക്കെതിരെയും ഇതിനെതിരെ എത്രയോ പരാതികൾ അവിടെ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ എത്ര പരാതികൾ വന്നു, TV ചാനലുകളിലൂടെ വന്നു. എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? എന്തുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത്? അതാണ് അറിയേണ്ടത്. എന്തുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത്? കാരണം പ്രതികരിക്കാൻ പോയാൽ അതിന് പ്രേരിപ്പിക്കുന്നവരും ചിലപ്പോൾ ഇതിനകത്ത് പ്രതികളാവും. ഇപ്പോ അമ്മയുടെ കാര്യങ്ങൾ പറയാൻ വന്നത് സിദ്ദിഖാണല്ലോ അതിന്റെ ജനറൽ സെക്രട്ടറി. സിദ്ദിഖ് അവിടെ വളരെ മാന്യമായി വന്നിരുന്നു, വളരെ തന്മയത്വമായിട്ട്. സിദ്ദിഖ് വളരെ പഠിച്ച ഒരു നടൻ, ചിലപ്പോ ഓസ്കാർ അവാർഡ് കിട്ടണം സിദ്ദിഖിന്. ആ രീതിയിലാണ് അവിടെ പ്രസന്റ് ചെയ്തത്. അതെല്ലാം പ്രസന്റ് ചെയ്തു. അപ്പോഴും അതിന്റെ കൂടെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ജോമോള് തൊട്ടടുത്തുണ്ടായിരുന്നു. ജോമോള് പറഞ്ഞു, എന്റെ ഭാഗത്ത് തുറന്നു കിടക്കുകയായിരുന്നു, ആരും ഇതേവരെ എന്റെ കഥത്തിന് ആരും മുട്ടാൻ ഇതുവരെ വന്നിട്ടില്ല എന്ന് ജോമോളൊക്കെ എടുത്തിട്ട് പറയുന്നത് കേട്ടു. ആ ജോമോളുടെ പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം
ഇതിനകത്ത് കള്ളത്തരം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത്. പക്ഷെ തൊട്ടടുത്തിരുന്ന അൻസിബ ഒരു കാര്യം പറഞ്ഞു. സോഷ്യൽ മീഡിയയോടും അതുപോലെ ചാനലുകളോടും ഇന്നും ഇന്നലെയുമായി ചില കാര്യങ്ങൾ പറയുന്നു. ഇതിനകത്ത് കുറ്റക്കാരുണ്ട്, അത് പുറത്തു വരണം. അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് ഈ അൻസിബ. ഇനിയിപ്പോ സിദ്ദിഖ് പോയപ്പോ ആരാണ് ഇനി അടുത്ത സെക്രട്ടറി ആയിട്ട് വരാൻ പോണത്? ബാബുരാജാണ്. അതുകൊണ്ട് ഞാൻ ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഈ സെക്രട്ടറി രാജിവെച്ചപ്പോ പ്രസിഡന്റിനാണ് കത്ത് കൊടുത്തത്. അപ്പൊ എന്നോട് ഇന്ന് രാവിലെ എന്റെ ഒരു സുഹൃത്ത് ചോദിക്കുകയായിരുന്നു, ഇനി പ്രസിഡന്റ് രാജിവെക്കുമ്പോ ആർക്ക് കത്ത് കൊടുക്കുമെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇങ്ങനെ മലയാള സിനിമയിൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന ജനത്തിന് എന്താണ് തോന്നുന്നത്? മലയാള സിനിമ മുഴുവൻ ആഭാസന്മാരുടെ ഒരു കേന്ദ്രമായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഇതിന് ഒരു ഫുൾ സ്റ്റോപ്പ് അത്യാവശ്യമുണ്ട്. ഈ ഫുൾ സ്റ്റോപ്പ് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അതിന് ഇതിലെ പ്രമുഖരെന്ന് കരുതുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റിയിൽ ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന ആളുകൾ, ഒരു ജസ്റ്റിസ് ഒരു റിട്ടയർഡ് ജസ്റ്റിസ് എന്താണെങ്കിലും ഒരു കളവും പിടിയൊന്നും എഴുതി വെക്കില്ലല്ലോ. അവർ വളരെ വ്യക്തമായി ഇത്രയും ആളുകളെ വിളിച്ച്, ഇവൻ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ വിളിച്ച് മൊഴിയെടുത്തിട്ടാണ് അവർ ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം ഹേമ കമ്മീഷൻ ആയിരുന്നു, പിന്നെ ഹേമ കമ്മിറ്റി ആയതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ റിപ്പോർട്ട് അതിനകത്ത് കുറ്റക്കാരായവരെത്ര ഉന്നതരായാലും ശരി, ഇവരെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്ന് ബാക്കിയുള്ളവരെയെങ്കിലും രക്ഷിക്കണം എന്ന് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനോട് പറയാനുള്ളൂ. ഇന്നലെ രാവിലെ വരെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി വരെ ഇവിടുത്തെ അക്കാദമി ചെയർമാനെ പൂവിട്ട് തൊഴുതുകൊണ്ട് നിന്നയാളാണ് ഇവിടുത്തെ സാംസ്കാരിക മന്ത്രി. അസാംസ്കാരിക മന്ത്രി എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ പറ്റും. കാരണം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാചകങ്ങളും അങ്ങനെയാണ്. ഇവിടെ ലോകോത്തര സംവിധായകനാണ്. എന്താ ലോകോത്തര സംവിധായകനാണെങ്കിൽ എന്ത് പോക്കൃത്തരവും കാണിക്കാമെന്നാണ്. സോറി, ആ വാക്ക് ഉപയോഗിച്ചത്. ലോകോത്തര സംവിധായകൻ എന്ന് പറയുമ്പോ എന്ത് വൃത്തികേടുകളും കാണിക്കാവുന്ന ഒരാളാണോ എന്നാണോ? അല്ലെങ്കിൽ പ്രഗത്ഭനായ സംവിധായകനാണെന്ന് കരുതി എന്തും കാണിക്കാമെന്നാണോ? കൊലപാതകം ചെയ്യാം, ബലാത്സംഗം ചെയ്യാം, എന്തും ചെയ്യാം, ഇതാണോ അതിന്റെ അർത്ഥം? ഈ മന്ത്രി തന്നെ നേരത്തെ ഒരിക്കൽ പറഞ്ഞു, പ്രമുഖരായ ആളുകളുടെയും വ്യവസായ കാശ് കയ്യിലുള്ളവരുടെയും പേരുള്ളവരുടെയും ഒക്കെ ചില കാര്യങ്ങൾ അനുസരിക്കേണ്ടതായി വരും. കാരണം അവരുടെയൊക്കെ മുമ്പിൽ ഓച്ചാരിച്ച് നിൽക്കണം എന്നാണ് പറയുന്നത് അദ്ദേഹം. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ സാംസ്കാരിക മന്ത്രിയാണ്. ഞാൻ അദ്ദേഹത്തെ സാംസ്കാരിക മന്ത്രി എന്ന് വിളിക്കില്ല, അസാംസ്കാരിക മന്ത്രി, അതേ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇത്രയും നാളുകളായിട്ട് ഈ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കാൻ പോലും കഴിവില്ലാത്ത ഇദ്ദേഹമാണോ ഈ സാംസ്കാരിക മന്ത്രിയായിട്ടിരിക്കുന്നത്? ഇന്നലെ പറഞ്ഞു കേട്ടില്ലേ, റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടില്ല, പിന്നെ എന്ത് ഒതളങ്ങിയാണ് ഈ മന്ത്രി വായിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ നേരത്തെ തന്നെ പുറത്തായതല്ലേ? അല്ലെങ്കിൽ 2 വർഷത്തിന് മുമ്പ് തന്നെ ഞാൻ TV ചാനലിലൂടെ പറഞ്ഞു 15 പ്രമുഖരടങ്ങുന്ന ഒരു മാഫിയ സംഘമാണ് മലയാള സിനിമയെ നയിക്കുന്നതെന്ന്. എങ്ങനെയാണ് ഞാൻ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെയും 24ന്റെയും ഒക്കെ ആ പഴയ നമ്മുടെ എൻകൗണ്ടറും മറ്റേതും ഒക്കെ എടുത്തിട്ട് നോക്കിയാൽ വളരെ വ്യക്തമായി മനസ്സിലാകും. അതിനകത്ത് 2 വർഷത്തിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ഞങ്ങളത് മനസ്സിലാക്കിയത്? ഇത് സാംസ്കാരിക വകുപ്പിൽ നിന്ന് തന്നെ ചോർന്നു വന്ന കാര്യങ്ങളാണ്. ഇതെന്താ, ഇത് വെള്ളരിക്കാപ്പട്ടണമാണോ? ഇത് ആരും അറിയാതിരിക്കുകയാണോ കാര്യങ്ങൾ? അപ്പൊ ഈ കാര്യങ്ങളെല്ലാം സാംസ്കാരിക വകുപ്പ് അറിഞ്ഞു, ഇത് പൂഴ്ത്തി വെച്ചു. അപ്പൊ ഇത് പുറത്തു വന്നാൽ അന്ന് വേറൊരു സംവിധായകനായിരുന്നു അവിടെ സാംസ്കാരിക വകുപ്പിന്റെ തലപ്പത്ത്, അവരുടെ പേരുകളെ ചിലപ്പോ കണ്ടേക്കാം. അതുകൊണ്ട് ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല സർക്കാരിന്റെ മേളിലേക്ക് വന്നു. ഇന്ന് വന്ന മുകേഷ് MLA ആണ്. ഇനി ആർപയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഗണേഷ് MLA ആരോപണം വന്നു. അപ്പൊ എന്തെങ്കിലും ഈ ഇതിനകത്തൊക്കെ ആരോപണങ്ങൾ വളരെ കൂടുതലായി വരികയാണെങ്കിൽ സർക്കാരിന്റെ ഒരുപാട് മുറിവേൽക്കും. ആ മുറിവേൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഇവര് ഈ റിപ്പോർട്ട് എങ്ങനെ പൊഴുത്തി വെക്കാമോ, ഇതിലെ പേരുകൾ എങ്ങനെ മുക്കാമോ എന്ന് ചിന്തിച്ച് നടക്കാം. അപ്പൊ ഈ പേരുകൾ മുക്കുന്തോറും സിനിമയ്ക്കുള്ളിലുള്ള ബാക്കിയുള്ള ആളുകൾ ഇതിനകത്ത് ബലിയാടായിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇനി ഒരു നിമിഷം പോലും വൈകരുത്, ഇവർ പുറത്ത് ഈ പേരുകൾ കൊണ്ടുവരണം. ഈ പേരുകൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് കൊണ്ടുവരാനുള്ള വഴിയൊക്കെ ഉണ്ട്. എന്തായാലും ഹൈക്കോടതിയിലേക്ക് ഇതിന്റെ പരിപൂർണ റിപ്പോർട്ട് അവിടെ ഹൈക്കോടതിയിൽ ചെല്ലുമല്ലോ. ഹൈക്കോടതിയിൽ ചെന്നാൽ ഇത് ഇന്നല്ലെങ്കിൽ നാളെ അത് പ്രസിദ്ധപ്പെടും. അത് പ്രസിദ്ധപ്പെടുത്തിയില്ലെങ്കിൽ ഇതിനകത്ത് ചിലപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളവർ പോലും അല്ലാതെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ന്യൂ ജനറേഷന്റെ സിനിമ വക്താക്കളാണെന്ന് അവകാശപ്പെടുന്ന ചില നടന്മാരുൾപ്പെടെ തൃശ്ശൂരും എറണാകുളം ജില്ലയിൽ താമസിക്കുന്ന 2 പേർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫോൺ സംഭാഷണങ്ങൾ അടങ്ങിയ കാര്യങ്ങൾ വരെ ആ ഇരകൾ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ആ എടുത്ത സ്റ്റിൽ ഫോട്ടോഗ്രാഫർ റെഡിയാണെങ്കിൽ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുന്നു, എനിക്കിത് പുറത്തു വിടുന്നതിൽ കുഴപ്പമില്ല എന്ന് ഞാൻ ഇന്നും ചോദിച്ചു. ഞങ്ങൾ പറയാം സാർ എന്നാണ് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പുറത്തു വിട്ടാൽ ഇവിടെ ഇവനൊക്കെ തലയിൽ മുണ്ടിട്ടേ നടക്കും.
തീർച്ചയായിട്ടും ബൈജു കൊട്ടാരക്കര ഏത് തരത്തിലാണ് അത് ഗസ് ചെയ്യുന്നതിനപ്പുറമാണ് ഏതൊക്കെ തരത്തിലാണ് ഏതെല്ലാം പേരുകളാണ് പറയാതെ പറഞ്ഞത് താങ്കൾ എന്നുള്ളതൊക്കെ ഒരു സിനിമാ മേഖലയിൽ നിന്ന് വരുമ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ 2 വർഷം മുൻപ് തന്നെ സിനിമാ മേഖലയിലുള്ളവർക്ക് പുറത്ത് അറിയാമായിരുന്ന പേരുകളാണ് ഇപ്പോഴും ആ പുറത്ത് വരാതെ പ്രമുഖരെന്ന് തലക്കെട്ടിട്ട് നിർഭാഗ്യവശാൽ ഞങ്ങൾ മാധ്യമങ്ങൾക്കും പറയേണ്ടി വരുന്നത്. പി ഉഷ, ഒറ്റയ്ക്ക് പൊരുതേണ്ടി വരുമ്പോൾ അതുണ്ടാക്കുന്ന സ്ട്രഗിൾ എന്താണ് എന്ന് ആരും പറയാതെ അറിയാവുന്ന ഒരാളാണ് താങ്കൾ. അങ്ങനെ ഒറ്റയ്ക്ക് പൊരുതുക, നീതി കണ്ടെത്തേണ്ടി വരിക ഒക്കെ. പക്ഷെ ഇപ്പോഴിതാ ഇതൊരു വലിയ വിപ്ലവം പോലെ ആഞ്ഞടിക്കുന്നു. നിർബന്ധിതമാകുന്നുണ്ട് ഭരണകൂടം നടപടിയിലേക്ക് അടക്കാൻ. പറഞ്ഞതൊക്കെ തിരുത്തിക്കൊണ്ടുപോലും ആ ഒരു നടപടിയിലേക്ക് അടക്കാൻ സർക്കാരും ഭരണകൂടവും നിർബന്ധിതമാകുന്നുണ്ട്. അങ്ങനെ ഒരു മേഖല സംശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ ഒരു വലിയ വിപ്ലവമാണ് മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്ന് കരുതുന്നുണ്ടോ? വലിയൊരു കാര്യമാണ് സംഭവിക്കുന്നതെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ ദിലീപിൻ്റെ കേസിലുള്ള അതിജീവിത അവരെടുത്തിട്ടുള്ള വലിയൊരു ധൈര്യവും വലിയൊരു എഫേർട്ടും, അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് പുറത്തു പറഞ്ഞ 2 കലാകാരികൾ, അവർ വലിയ ഒരു എഫേർട്ടും അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങളെ നേരിടാൻ തയ്യാറായിട്ടുമാണ് അവർ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അവരാണ് ഇതിൻ്റെ ഒരു പ്രധാന നേതൃത്വത്തിൽ വന്നത്. പിന്നെ നേരത്തെ പലരും പറഞ്ഞതുപോലെ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഈ നിർബന്ധിക്കപ്പെടുക തന്നെ ചെയ്ത്, അത് അപർണ പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലെ പറഞ്ഞ കാര്യമല്ലല്ലോ ഇന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ 4.5 വർഷം ഈ റിപ്പോർട്ട് വളരെ മനോഹരമായി ഒതുക്കി വെച്ചു. വിവരാവകാശ കമ്മീഷനെ കുറ്റം പറഞ്ഞു. വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ വെട്ടിമാറ്റി. വിവരാവകാശ കമ്മീഷൻ വെട്ടിമാറ്റാൻ പറഞ്ഞൊരു പേജ് വെട്ടിമാറ്റാതിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ കമ്മീഷൻ കമ്മിറ്റിയായി. അങ്ങനെ പലതരത്തിലുള്ള ഒതുക്കലുകളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പിന്നെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരേ സമയം ഇരയോടൊപ്പം നിൽക്കുകയും വേട്ടക്കാരോടൊപ്പം വളരെ ഭംഗിയായി വേട്ടയാടുകയും ചെയ്യുന്ന ഒരു ആളായിരുന്നു നമ്മുടെ ഇന്ന് രാജിവെച്ച പ്രമുഖ സംവിധായകൻ. അദ്ദേഹം ഞാൻ മീഡിയയിൽ വളരെ വ്യക്തമായിട്ട് കണ്ടു, ജയിലിൽ ദിലീപിനെ സന്ദർശിച്ചിറങ്ങി വരുന്നു. പിന്നെ വേറൊരു അവസരത്തിൽ അതിജീവിതയായിട്ടുള്ള നടിയെ പുകഴ്ത്തുന്നു, അല്ലെങ്കിൽ ഒരു വലിയ പരിപാടിയിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ 2 തോണിയിലും ഒരേ സമയം കാല് വെച്ച് നിൽക്കാൻ പറ്റുന്ന ഒരാളെ ആണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു വലിയ സ്ഥാനത്തിരുത്തിയത് ഗവൺമെൻറ്. അപ്പോൾ അതിലൊക്കെ ഒരു സത്യസന്ധതയില്ലായ്മയും, പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ 2 സാംസ്കാരിക മന്ത്രിമാരുടെയും ശരീരഭാഷ, സ്ത്രീ വിഷയത്തിന് അല്ലെങ്കിൽ സ്ത്രീകൾ നേരിട്ട അതിക്രമങ്ങളോട് സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു പുച്ഛവും പരിഹാസവും, അത് വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. കാരണം ഈ റിപ്പോർട്ട് വന്നത് തന്നെ നമുക്കറിയാം, നമ്മുടെ 1 കോടിയിലധികം 1,40,00,000 മറ്റോ രൂപ ചെലവഴിച്ചിട്ടാണ് ഈ കമ്മീഷൻ പ്രവർത്തിച്ചത്. പൈസയുടെ മാത്രമല്ല, 3 പ്രഗത്ഭരായ സ്ത്രീകൾ, ഒന്ന് ഹൈക്കോടതിയുടെ റിട്ടയർഡ് ആയിട്ടുള്ള ജസ്റ്റിസ് ഹേമ, പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള വളരെ പ്രശസ്തയായിട്ടുള്ള ശാരദ, അതുപോലെ തന്നെ പിന്നെ ബ്യൂറോക്രസിയിൽ അഡ്മിനിസ്ട്രേഷനിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള KB വത്സലകുമാരി. ഇവർ 3 പേരുമാണ് ഒരുപാട് ദിവസം ഇതിനുവേണ്ടി പ്രവർത്തിച്ചത്. മാത്രമല്ല ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് പല WCC ഉണ്ട്, അതുപോലെ തന്നെ പല കലാകാരന്മാരും കലാകാരികളും ഇവർക്ക് എല്ലാ സഹായങ്ങളും മൊഴിയൊക്കെ കൊടുത്തു. പക്ഷെ ഇതിൽ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഈ സിനിമ മേഖല ഒരു തൊഴിൽ മേഖല കൂടിയാണ്. നമ്മുടെ തൊഴിൽ മന്ത്രി കാര്യമായിട്ട് ഇതിനോട് പ്രതികരിച്ച് കണ്ടില്ല. അപ്പോൾ ഈ 4.5 വർഷം കൊണ്ട് ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, സിനിമാ മേഖല ഒരു തൊഴിൽ മേഖലയാണ്, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്തിട്ട് സ്ത്രീകൾക്ക് അനുകൂലമായ രീതിയിൽ, അല്ലെങ്കിൽ സ്ത്രീകളെയും കൂടെ പ്രതിനിധാനം ചെയ്യുന്ന തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കായിരുന്നു. അതൊന്നും ചെയ്തില്ല. എന്നിട്ട് ഇങ്ങനെ എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. പിന്നെ അതുപോലെ തന്നെ ചില വാക്കുകൾ വളരെ എന്താണ് പറയുക, നിഷ്കളങ്ക. ഇപ്പോൾ കാസ്റ്റിംഗ് കൗച്ച്, സ്ത്രീകളെ ഉപദ്രവിക്കുന്നതാണ് അത്. അതിന് കാസ്റ്റിംഗ് കൗച്ച് എന്ന് എങ്ങനെയാണ് പറയുക? ഒരു സ്ത്രീയെ
അവരുടെ ശരീരത്തിൽ അവരുടെ താല്പര്യമോ അനുമതിയോ ഒന്നുമില്ലാതെ അവരുടെ ശരീരത്തിൽ അതിക്രമം നടത്തിയിട്ട് പിന്നെ അവർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് അത് മനുഷ്യന്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തൊരു പരിപാടിയാണ്. അപ്പം അങ്ങനത്തെ വാക്കൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അങ്ങനെ ചർച്ച ചെയ്യുന്നത് തന്നെ വലിയ ഒരു അപഹാസ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നോക്കൂ, ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് കുറച്ച് നടിമാർക്ക് മറ്റേ ദിലീപിൻ്റെ കേസ് ഉണ്ടായ സമയത്ത് ഇറങ്ങി പോകേണ്ടി വരികയല്ല, അവർ പ്രതിഷേധിച്ച് പോവുക. പിന്നെ അവരെവിടെയെന്നുള്ളത് ആലോചിക്കുന്നതേ ഇല്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലത്തെ ആളുകളായിരിക്കില്ലായിരുന്നു പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലുണ്ടാവുക. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ, ഇപ്പം നമുക്കറിയാം ഈ ദിലീപിൻ്റെ കേസ് പോയ വഴികൾ, അതിൽ കോടതി പോലും ഒരു കൃത്യമായ നിഷ്പക്ഷത അല്ലെങ്കിൽ നീതിയുടെ പക്ഷത്തോ ഉണ്ടായില്ല. കാരണം എത്ര അനുബന്ധ കേസുകൾ ഉണ്ടായി. അപ്പം അതൊക്കെ തന്നെ, കാരണം ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത കൊട്ടേഷൻ ബലാത്സംഗം വരെ നടന്ന ഒരു സംഭവമാണ്. എന്നിട്ട് അതിൽ എല്ലാവരും നദിയോടൊപ്പമാണ്, എല്ലാവരും അതിജീവിതയോടൊപ്പമാണെന്നൊക്കെ ഇങ്ങനെ സോപ്പിട്ടിട്ട് നിന്നു. ആരുണ്ടായിരുന്നു, അവരെങ്ങനെ ജീവിച്ചു, അവരെങ്ങനെ, കാരണം ആ പേടിപ്പെടുത്തലൊക്കെ നമ്മുടെ സിനിമാ ലോകത്ത് തന്നെ എത്രയോ പേർക്ക് ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതാണ് ആ അതിജീവിത പൊരുതുന്നു. പിന്നെ അതുപോലെ തന്നെ ആ അതിജീവിതയ്ക്കൊപ്പം WCC ഉണ്ടായി. അവരൊക്കെ ഒരുപാട് ഇപ്പം അതിൽ പ്രവർത്തിക്കുന്നവർ തൊഴിൽ പോയി. എന്നിട്ട് എന്താണ് കേരളത്തിൽ ഗവൺമെന്റ് എന്ത് ചെയ്തു അവർക്ക് തൊഴിൽ കൊടുക്കാൻ? എന്നാൽ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ അവർക്ക് തൊഴിൽ കൊടുത്തോ? അവർക്ക് അവരുടെ കല, അവരുടെ അഭിനയ മികവ് പ്രദർശിപ്പിക്കാനുള്ള എന്തെങ്കിലും അവസരം കൊടുത്തോ? ഇല്ല. പിന്നെ നമ്മൾ എല്ലാം പറഞ്ഞ് നന്നാക്കിയിട്ടൊന്നും കാര്യമില്ല. PR കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അതുപോലെ തന്നെ ഇപ്പോൾ രഞ്ജിത്തിനെതിരെ പരാതി പറഞ്ഞത് ബംഗാളിലെ ഒരു വലിയ ഇടതുപക്ഷ പ്രവർത്തകയാണ്. അവർക്ക് എന്ത് വില കൊടുത്തു? അവർ 2-3 ദിവസം പറഞ്ഞു ഇല്ലേ, എല്ലാ ദിവസവും എന്നിട്ടും അവർ എത്രയോ മിനിമം ആയിട്ടാണ് അവർ പറയുന്നത്. അവർ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. പക്ഷെ അതിനൊന്നും നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു വില കൊടുത്തില്ല. അപ്പം നമുക്ക് വളരെയധികം നമ്മളെ നമുക്ക് വളരെ സങ്കടമുണ്ടാക്കുന്ന തരത്തിലുള്ള സ്ത്രീകളോടുള്ള നിലപാട്, സിനിമയിലുള്ള സ്ത്രീകളോട് വിശേഷിച്ചുള്ള ഒരു നിലപാടാണ് നമ്മൾ കാണുന്നത്. പീയൂഷ, ഞാൻ തിരികെ എത്താം. വീണ നായർ നമുക്കൊപ്പം ഉണ്ട്. വീണയിലേക്ക് എനിക്ക് 2 ചോദ്യമുണ്ട് വീണ. അതുകൊണ്ട് ഞാൻ അതിനു മുമ്പ് ഞാൻ അഡ്വക്കേറ്റ് TP സിന്ധുമോളിലേക്ക് കടക്കുന്നത്. ശ്രീമതി സിന്ധുമോൾ, സർക്കാർ നടപടിയെടുക്കുകയാണല്ലോ. രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു, സിദ്ദിഖ് രാജി അല്ലാതെ വെച്ചിരിക്കുന്നു. ഇനി ഇത് കൃത്യമായിട്ട് ആരോപണം ഉന്നയിച്ചവരുടെ എല്ലാം മൊഴിയെടുക്കുമെന്നും അവരൊക്കെ പരാതികൾ ഉറച്ചു നിന്നാൽ കേസെടുക്കുമെന്നൊക്കെ സർക്കാർ തീരുമാനിക്കാന്ന്. ഒരുപക്ഷെ ഒരു ഭരണകൂടമാണല്ലോ ഇത്തരം കാര്യങ്ങൾ ക്രോഡീകരിക്കാൻ, ഇതിന് നിയമവശങ്ങൾ പരിശോധിക്കാൻ. ഇങ്ങനെ ഒരു സാഹചര്യമേ ഉണ്ടായിട്ടില്ല മറ്റൊരു സംസ്ഥാനത്തും. അപ്പോൾ അതിനൊരു അവധാനത സ്വാഭാവികമായിട്ടും വേണ്ടിവരുമല്ലോ. അതല്ലാതെ സർക്കാരിനെ കടന്നാക്രമിക്കുക, സർക്കാർ വേട്ടക്കാർക്കൊപ്പമെന്ന് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആരോപിക്കുക, അതിൽ അർത്ഥമുണ്ടോ? ഒരു കൃത്യമായ വഴിയിൽ കൂടെ സർക്കാർ പോകുന്നുണ്ട് എന്ന് BJPക്ക് സമ്മതിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഈ സർക്കാർ അത്ര കൃത്യമായിട്ടുള്ള വഴിയിലൂടെയാണ് പോയിരുന്നതെങ്കിൽ അപർണ, ഈ റിപ്പോർട്ട് ഇത്ര വർഷക്കാലം വെളിച്ചം കാണാതെ ഇരിക്കുമായിരുന്നോ? ഇതെന്തുകൊണ്ടാണ് ഈ സർക്കാർ ഇത്ര കാലം ഇത് പൂഴ്ത്തിവെച്ചത്? അതിന് ആദ്യത്തെ ഉത്തരം നൽകണം. രണ്ടാമതായിട്ട്, ആ റിപ്പോർട്ടിൽ തന്നെ നമ്മൾ കാണുന്നത്, ആ റിപ്പോർട്ട് നമ്മൾക്ക് കിട്ടിയത് അല്ല യഥാർത്ഥ റിപ്പോർട്ടെന്നും അതിലെ പല പേജുകളും അനിക്സ്പ്രേ പോലെ അലിഞ്ഞു പോയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. ഇത് ഒറിജിനൽ റിപ്പോർട്ട് എവിടെ? ആ ചോദ്യം ഇപ്പോഴും നിൽക്കുകയല്ലേ നമ്മുടെ സമൂഹത്തിൽ? ആ ചോദ്യം ഒരു ഗൗരവമുള്ള ചോദ്യമായിട്ട് നിൽക്കുകയാണ്. ഇവിടെ പലരുടെയും പേരുകൾ വരെ പരാമർശിച്ചിട്ടുള്ള ആ ഒറിജിനൽ റിപ്പോർട്ട് എവിടെ? സർക്കാർ എന്താണ് അതിൽ ഉത്തരം പറയുന്നത്? ഇന്നിപ്പോ എല്ലാവരും വളരെ വീറോടും വാശിയോടും കൂടി പറയുന്നു മുഖ്യമന്ത്രി ഇടപെട്ടു, മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് രഞ്ജിത്ത് രാജിവെച്ചു, സിദ്ദിഖ് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നു. ഈ ഭരണകൂടം തന്നെ ആയിരുന്നില്ലേ ഈ റിപ്പോർട്ട് ആദ്യം തൊട്ട് കയ്യിൽ വാങ്ങി വെച്ചിരുന്നത്? അപ്പോൾ ഇതൊരു രാഷ്ട്രീയ അക്രമം എന്നുള്ളതിലുപരി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സിനിമാ മേഖലയിൽ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ അപർണ മനസ്സിലാകും, ഇതൊരു ഇടതുപക്ഷ അധീശത്വത്തിൽ പോകുന്ന ഒരു മേഖലയാണ്. ഞാനത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഈ ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളവർ തന്നെയാണ് ഇത് കൈകാര്യം ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ഈ കാലം അത്രയും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരു വിള്ളല് വീഴ്ത്താൻ ഇന്ന് ഈ സ്ത്രീ സമൂഹത്തിന്
ഇവിടുത്തെ അഭിനേത്രികൾക്ക് ഇവർക്ക് സാധിച്ചുവെങ്കിൽ സത്യത്തിൽ ഞാൻ അവരെ എന്താ പറയുക, അവരെ അഭിനന്ദിക്കുന്നു, വാക്കുകളില്ല. അതിലേക്ക് കടന്നു കയറിക്കൊണ്ടാണ് ഇവരിന്ന് നിലപാടെടുത്തിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ആദ്യം തൊട്ട് തന്നെ ഇത് കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇവിടുത്തെ പരാതിക്കാരായ സ്ത്രീകൾ ഉൾപ്പെടെ. അപ്പോ അത് കൊണ്ടുവരാൻ സർക്കാർ തയ്യാറായില്ല. ഞാൻ ഒരു കാര്യം അപർണ ഈ പൊതു പ്ലാറ്റ്ഫോമിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ മീറ്റു ആരോപണം ആദ്യമായി നേരിട്ട ഒരു നടൻ എന്ന് പറയുന്നത് മുകേഷാണ്. മുകേഷ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ MLA ആണ്. ഈ സർക്കാരിന് ആർജവമുണ്ടോ? നിങ്ങൾ അന്വേഷണ വിധേയമായിട്ട് മാറി നിൽക്കൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥയിൽ ശുദ്ധീകരിക്കപ്പെട്ടാൽ നമ്മൾക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഇത് ഗവൺമെന്റിനെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. മുകേഷ് മാറി നിൽക്കൂ എന്ന് പറയാനുള്ള ആർജവം ഈ ഇടതുപക്ഷ സർക്കാരിനുണ്ടോ? അപ്പോൾ ഇവർ ഒരേ സമയം വേട്ടക്കാരോടും ഇരകളോടും ഒപ്പമാണെന്ന് നടിക്കുകയും എന്നാൽ വേട്ടക്കാരോടൊപ്പമാണ്, ഇരകളോടൊപ്പമല്ല. ഇവിടെ ഇപ്പോൾ ഇവിടെ രഞ്ജിത്തിനെതിരെ പരാതി പറഞ്ഞ നടിയെക്കുറിച്ച്, സാമൂഹിക പ്രവർത്തകയായ നടിയെക്കുറിച്ച് പറഞ്ഞു. അവര് ബംഗാളിൽ CPM-ന്റെ സഹയാത്രികയായിട്ട് കാലങ്ങളോളം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ത്രീയാണ്. ഇതിനു മുമ്പും ഇത് പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആരും അനങ്ങിയിട്ടില്ല. ഈ ഇടതുപക്ഷം എവിടെ പോയി? സർക്കാർ എവിടെ പോയി? പരാതിപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് ഇതിനു മുമ്പേ ആ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ തയ്യാറാകാതിരുന്നത്? അപ്പോ അവരുടെ മേഖലയിൽ തന്നെ അവരുടെ സിദ്ധാന്തത്തിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ അത് തുറന്നു പറഞ്ഞിട്ടും അവർ തയ്യാറാകുന്നില്ല. ഇതുപോലെ കേരളത്തിലെ ഒട്ടനവധി വിഷയങ്ങൾ, ഇത് സിനിമാ മേഖലയിലെ ഒരു വിഷയം, ഇതുപോലെ എത്രയോ ബോംബുകൾ കേരളത്തിൽ പൊട്ടിക്കഴിഞ്ഞു. അന്നൊക്കെ സ്ത്രീവിരുദ്ധ മനോഭാവം മാത്രമേ ഈ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളൂ. അത് മാത്രമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സർക്കാരിനെ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹം ഇവിടെ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല അപർണ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു, അവധാനതയോടെ കാത്തിരിക്കണ്ട എന്നൊക്കെ ചോദിച്ചു. എന്ത് അവധാനതയോടെ കാത്തിരിക്കണമെന്നാണ് പറയുന്നത്? ഇവിടെ തൊഴിലിടം ശുദ്ധീകരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഇത് നിങ്ങൾ ന്യൂസ് 18 കൊടുക്കുന്ന ഞാൻ കണ്ടു. തൊഴിലിടം ശുദ്ധീകരിക്കാനാണെങ്കിൽ ഇവിടെ ജെൻഡർ ഈക്വാലിറ്റി ആണ് വേണ്ടതെങ്കിൽ, ഇവിടെ സ്ത്രീകൾക്ക് സമത്വവും അവർക്ക് ജീവിക്കുവാനുള്ള സുരക്ഷിതത്വവും ഒക്കെയാണ് ആവശ്യമെങ്കിൽ, അവർ ജീവിക്കാൻ വേണ്ടിയാണ് ഈ മേഖലയിൽ തൊഴിലെടുക്കാൻ വരുന്നതെന്നുള്ള ബോധ്യം സർക്കാരിനുണ്ടെങ്കിൽ, ഈ അനിക്സ്പ്രേ പോലെ അലിഞ്ഞുപോയ റിപ്പോർട്ട്, ഒറിജിനൽ റിപ്പോർട്ട്, അത് സർക്കാർ ഈ കേരളത്തിലെ സ്ത്രീകളുടെ മുന്നിൽ വെക്കാൻ തയ്യാറാവണം. അതാണ് BJP ചോദിക്കുന്നത്. ഒരു സെക്കൻഡ് ഗായത്രി വർഷയിലേക്ക് ഒരു ചെറിയ മറുപടി, എനിക്ക് വീട്ടിലേക്ക് പോകണം. ഗായത്രി വർഷ അതിനുള്ള മറുപടി. എനിക്ക് അതിനുള്ള മറുപടി പറയുന്നത് പോലും ഭയങ്കര പരിതാപകരമായി തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഈ ചർച്ചയുടെ ആദ്യം മുതൽ, ഇപ്പോഴല്ല, ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നിൽ വന്നതിന് ശേഷം ഇതിനകത്ത് ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കുക. അപർണയുടെ തന്നെ ന്യൂസ് 18 ഉണ്ടായ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, അല്ലേ, ഒരു മാസമായിട്ടില്ല, എനിക്കൊന്ന് 2 വീക്സ് എന്തേ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതെ ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി അതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുറത്തു വന്നു കഴിഞ്ഞാൽ അതിൽ ഇരയാക്കപ്പെടുന്ന സ്ത്രീകളെ അധിക്ഷേപിക്കപ്പെടും, വല്ലാതെ അധിക്ഷേപിക്കപ്പെടും എന്ന് പറയുന്ന ഒരു വേദന നിൽക്കുകയാണ്. അവർക്ക് മറ്റു പല നെയിമിങ്ങുകൾ ഉണ്ടാവും എന്ന് വേദന നിൽക്കുകയാണ് എന്ന് പറയാൻ സിനിമയ്ക്കകത്ത് 30 വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിലാണ് ഞാനിത് പറയുന്നത്. കാരണം അവിടെ ഈ ബൈജു സാർ ഇവിടെ ഇരിക്കുകയാണല്ലോ, ഒരു സംവിധായകൻ നമ്മുടെ കൂടെ ഇരിക്കുകയാണ്. ഈ ആദ്യത്തെ അപർണയുടെ ചോദ്യം, തലകൾ ഇനിയും ഉണ്ടോ ഉരുളാൻ എന്ന് ചോദിച്ചു. തലകളേ ഉള്ളൂ ഉരുളാൻ. ഇന്ന് മലയാള സിനിമ 30 വർഷം ഞാൻ പൂർത്തിയാക്കുമ്പോൾ ഞാൻ എപ്പോഴും അതിനെ 3ആയി തിരിക്കുന്നുണ്ട്. ഈ 3ാമത്തെ തലമുറ വന്ന് നിൽക്കുന്ന സമയത്ത് ബൈജു സാർ പറഞ്ഞത് 100% ശരിയാണ്. വിത്ത് ഓർ വിത്തൗട്ട് എന്നാണ് ചോദ്യം. അറിയോ? അല്ല, അതാകെയുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. ചോദിക്കുന്ന പോലെ പുതിയ തലമുറയെങ്കിലും ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കെങ്കിലും ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ വരെ പോയി. അതെന്താണെന്ന് അറിയോ പറഞ്ഞ, പുതിയ തലമുറയിലെ ടെക്നീഷ്യന്മാര് വളരെ മിടുക്കരായിട്ടുള്ള ടെക്നീഷ്യന്മാരുണ്ട്, നല്ല സംവിധായകരുണ്ട്, നല്ല ടെക്നീഷ്യന്മാരുണ്ട്. പക്ഷെ സിനിമയുടെ ബിസിനസ്സോ സിനിമയുടെ അഡ്മിനിസ്ട്രേഷനോ പുതിയ തലമുറയിലല്ല. ഈ ഒരു പുതിയ നടന്റെ പുതിയ സംവിധായകന്റെ ഒരു സിനിമ ഹിറ്റ് ആവണമെങ്കിൽ അവിടെ ഒരു നടൻ വേണം, ഒരു നടനെങ്കിലും വേണം. മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നടനിലേക്ക് എത്തണം. അല്ലെങ്കിൽ ഒരു കഥ ഓടണമെങ്കിൽ ഒരു മിനിമം. സിനിമ നിങ്ങൾ വിചാരിക്കുന്ന ബിസിനസ് അല്ലല്ലോ. ടേബിൾ ടോപ്പിൽ ബിസിനസ് ഫിക്സ് ചെയ്തിട്ട് എടുക്കാൻ പോകുന്നതാണ് സിനിമ. സക്സസ്ഫുൾ സിനിമ ഇൻഡസ്ട്രിയുടെ സിനിമ അതാണ്. അല്ലാതെ നല്ല സിനിമകൾ മറ്റൊരു വശത്ത് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കൊമേഴ്ഷ്യൽ സിനിമകൾ ടേബിൾ ടോപ്പിൽ ബിസിനസ് ഫിക്സ് ചെയ്തിട്ട് വരുന്നതാ. ഈ ടേബിൾ ടോപ്പിൽ ബിസിനസ് ഫിക്സ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു നടൻ വേണം, ബ്രാൻഡിങ് വേണം. ഈ ബ്രാൻഡിങ്ങിലേക്ക് പോകുമ്പോൾ ക്രിയേറ്റർ അയാളും പാവയായി നിൽക്കുകയാണ്. അയാളുടെ ആവശ്യമാണ്
എങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാവുക എന്നുള്ളത്. അവിടെ ഒരു സംവിധായകനും ഒന്നും പറയാൻ പറ്റാറില്ല. ഈ കൂട്ടത്തിൽ സംവിധായകരും കൂടെ കൂടുന്ന ചില നരാധമന്മാരായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം കൂടെ കൂടി നിന്നില്ലെങ്കിൽ അവനും ഔട്ടാണ് പോലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, അതിന്റെ ഇടയിൽ നിന്ന് സാന്ദർഭികമായി ഇത് പറഞ്ഞു വന്ന പോയിന്റ്. അപ്പൊ ഞാൻ അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരാതെ ഈ സർക്കാർ ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് വന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, പൊതുരംഗത്ത് ഒരു കക്ഷി രാഷ്ട്രീയ നിലപാടിൽ ഈ ഒരു വിഷയം സംസാരിക്കരുത് എന്നുറപ്പിച്ചിട്ടാണ് ഞാൻ ഓരോ ചർച്ചയിലേക്കും വരുന്നത്. പക്ഷെ ഇപ്പൊ സിന്ധുമോള് വളരെ മോശമായിട്ടെന്ന് മാത്രമേ എനിക്ക് അതിന് പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ മെറിറ്റ്സോ ഇതിന്റെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളോ പറയുന്നതിന് പകരം തികച്ചും രാഷ്ട്രീയമായി മാത്രം ഈ വിഷയത്തെ കണ്ടുകൊണ്ട് പേരെടുത്ത് പറയാൻ ശ്രമിച്ചുകൊണ്ട് മറുപടി പറയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുൻപിൽ വരാതെ ഇതിന്റെ നടപടി ഉണ്ടാകും എന്നൊരു തീരുമാനത്തിലേക്ക് വന്നത് സിനിമ റെഗുലേറ്ററി നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ നടപടികളിലേക്ക് മാറി. അതിനൊരു കമ്മിറ്റി രൂപീകരിച്ചു. ടെക്നീഷ്യന്മാരായിട്ടുള്ള സ്ത്രീകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്കുള്ള പരിശീലനങ്ങൾ നടത്തി തുടങ്ങി. നവാഗതരായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമകളുണ്ടായി, പട്ടികജാതി വർഗത്തിന് വേണ്ടിയിട്ടുള്ള സിനിമകളുണ്ടായി. ഇങ്ങനെയുള്ളതെല്ലാം പലതും സ്റ്റോപ്പ് ചെയ്ത് അത്ര സ്കീമുകൾ ഇവിടെ നടക്കാതിരുന്നത് വളരെ കൃത്യമായി എത്ര സാമ്പത്തിക പരിമിതിക്കിടയിലും ഇത്ര സിനിമകൾ പൂർത്തീകരിച്ചു. വളരെ വേഗം പറഞ്ഞു പോകാം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതൊക്കെ ശരി, അതെല്ലാം അംഗീകരിച്ചാലും ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ. അല്ലല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അല്ല, ഒരു കാര്യം ചോദിച്ചു പോയിക്കോട്ടെ. അല്ലല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് എന്റെ രാഷ്ട്രീയമാണ് അപർണ ഇവിടെ ചോദിച്ചത്, അതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. രാഷ്ട്രീയ നിലപാട് ചോദിച്ചു, അത് പറഞ്ഞു. ഒന്ന്. രണ്ട്, എനിക്ക് ഗായത്രിയുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത്, ഞാൻ വളരെ കൃത്യമായിട്ട് പറയട്ടെ, ഗായത്രി ഇതൊരു സർക്കാർ വളരെ ആരെയും അറിയിക്കാതെ വളരെ രഹസ്യമായി ഇത് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് നീതി നേടിത്തരുമെന്ന് പറഞ്ഞ ഗായത്രി ഒന്നുകിൽ വിഡ്ഢിയായിട്ട് ഇവിടെ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ഈ സർക്കാരിനെ വെള്ളപൂശാനുള്ള എന്തോ പദ്ധതിയുമായിട്ട് ഗായത്രി വന്നിരിക്കുന്നു. ഇവിടെ തന്നെ ഇത് ഇടിഞ്ഞു വീഴുകയാ ഗായത്രി. ഒരു സ്റ്റേണായിട്ട് ഒരു നിലപാടെടുക്കാനായിട്ട് ഈ നടിമാർക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി വാദിക്കാൻ ഗായത്രിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ പറ്റുന്നില്ല. സത്യത്തിൽ സങ്കടം വന്നു ഇത് കേട്ടപ്പോൾ. തീർച്ചയായിട്ടും എന്നോട് അപർണ ചോദിച്ച രാഷ്ട്രീയ നിലപാടിൽ സർക്കാർ ഇതിനോട് എടുക്കുന്ന നിലപാടുകളെ ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനെ വെള്ളപൂശാൻ ഗായത്രി നടത്തിയ ശ്രമം, ഗായത്രിയെ ഇനി സംശയത്തോടു കൂടി മാത്രമേ സ്ത്രീ സമൂഹത്തിന് കാണാൻ സാധിക്കൂ എന്ന് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നു. ഗായത്രി, ഞാൻ അതിന്റെ മറുപടി പറയാം. സിന്ധുമോള് ചോദിച്ച ചോദ്യത്തെ ഏറ്റവും ബഹുമാനപൂർവ്വമാണ് ഞാൻ മറുപടി പറയുന്നത്. വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് ആ ചോദ്യം നല്ലതാണ്. ആ ചോദ്യത്തെ ഏറ്റവും ബഹുമാനപൂർവ്വം ഞാൻ പറഞ്ഞു. ഞാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരരുതെന്ന് ആഗ്രഹിച്ചിട്ട് വിഡ്ഢിയായിട്ടോ സർക്കാരിനെ വെള്ളപൂശാനോ ആയിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ അത് വളരെ വിശദമായി സംസാരിച്ചു. കാരണം പുറത്ത് വരും, ഞാൻ സിനിമയ്ക്ക് അകത്ത് നിൽക്കുന്ന ആളാണ് സിന്ധുമോൾ. സിനിമയ്ക്ക് അകത്ത് നിന്നിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇവിടെ ഞാൻ ഇപ്പൊ ഉറപ്പിച്ചു പറയാ, ശ്രീ രഞ്ജിത്ത് ഉൾപ്പെടെ, ശ്രീ സിദ്ദിഖ് ഉൾപ്പെടെ, മുകേഷ് ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവർക്കെതിരെയുള്ള കേസ് വളരെ വളരെ റെലവന്റ് ആണ്. എന്റെ ഒരു ചെറിയ സംശയം, നമുക്കിത് ബാക്കിയുള്ള സർക്കാർ, ഞാൻ അതാണ് ചോദിക്കുന്നത്. സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു, ആരോപണ വിധേയനായി രാജിവെക്കുന്നു. രഞ്ജിത്ത് ആരോപണ വിധേയനായി രാജിവെക്കുന്നു. സ്വാഭാവികമായിട്ടും മീറ്റു ആരോപണം ഉയർന്ന CPM-ന്റെ MLA മുകേഷ് മാറി നിൽക്കട്ടെ എന്ന് പറയാനുള്ള ഒരു ആർജവം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടതുപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണ്ടേ എന്നൊരു ചോദ്യമില്ലേ? എന്തിനാണ് മറ്റാർക്കും ഇല്ലാത്തൊരു പ്രത്യേകത, എന്ത് പ്രിഫറൻസ് ആണ് മുകേഷ്? തീർച്ചയായിട്ടും മാറി നിൽക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് സർക്കാരിൽ നിന്ന് ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ സിന്ധുമോളോട് വ്യക്തിപരമായും ഈ പാനലിനെ വെച്ചിട്ട് ഞാൻ പറയാണ്, തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് നല്ല സമ്മർദ്ദം ഉണ്ടാവും. മാറി നിന്നേ പറ്റൂ. കാരണം 90% ആൾക്കാരെയും മാറ്റി നിർത്താൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരണ്ടെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കാര്യം ഞാൻ പറയുന്നത്, സിന്ധുമോളെ ഏറ്റവും പോസിറ്റീവായിട്ടാണ് പറയുന്നത്. കാരണം ഈ 90% ആൾക്കാരും ഇത്തരത്തിലുള്ള കുഴപ്പമുള്ളവരാണെന്നറിയുന്ന ഒരിടത്ത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന അരാജകത്വം, ഫാൻസ് അസോസിയേഷനും മറ്റുള്ളവരും എല്ലാം ഏത് രീതിയിൽ ഇടപെടും എന്നുള്ളത്. ഇതിലെ വമ്പന്മാർ ഇനിയും മുമ്പിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും വമ്പന്മാർ വരും. ഡെയിലി ഓരോരുത്തർ വരും. അത്രയധികം മോശമായിട്ടാണ് ഏറ്റവും വലിയ സാംസ്കാരിക മാധ്യമമായിരിക്കുന്ന സിനിമ വരുന്നത്. പലപ്പോഴും ഞാനൊക്കെ മൗനമായി പോകുന്നത്, പറയാതിരിക്കുന്നത്, അല്ല ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. കുറച്ചൊക്കെ നമുക്ക് പക്വത വേണം, സമവായം വേണം. കാരണം അപക്വമാകുന്ന ഒരു അന്തരീക്ഷത്തിൽ ഈ സമൂഹം മാറേണ്ട അത്ര രീതിയിലേക്ക് ഈ രംഗം മോശമായിരിക്കുന്നു. അതിനെ മെല്ലെ എങ്കിലും പിടിച്ചിട്ടിട്ട് നന്നാക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം സർക്കാരിനും പൊതുസമൂഹത്തിനുമുണ്ട്. അതിലേക്ക് വരുമെന്ന് തന്നെയാണ് വീണ നായർ, വലിയ ഒരു മാറ്റമാണ്, അതായത് ചെറിയ മാറ്റമല്ല, വളരെ വലിയൊരു മാറ്റം.
ആ വലിയ മാറ്റത്തിന് ഈ സ്പീഡിലെ വരാൻ കഴിയൂ. അപ്പോഴും ഒരു സർക്കാർ ഇങ്ങനെ ഒരു കമ്മിറ്റി ഇവിടെ കൊണ്ടുവരുന്നു, അതിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നു, പതുക്കെയാണെങ്കിലും ആ ചില നടപടികളിലേക്ക് കടക്കുന്നു. അതായത് 94 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയുടെ വേരടക്കമാണ് ഇളകുന്നത്. ചെറിയ കാര്യമല്ല. അത് എല്ലാ മേഖലകളിലും അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നു. ഇതിനകത്ത് സിനിമാക്കാർ മാത്രമല്ലല്ലോ, സിനിമാക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്, ബിസിനസ് ഐക്കോൺസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ മേഖലകളിലേക്ക് മുഴുവൻ ഇളക്കിക്കൊണ്ടൊരു കാര്യം വരികയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേസ് കൊടുത്താണ് ചെയ്യാൻ കഴിയുക. ചെയ്യാതിരിക്കുന്നില്ല, ഉണ്ടാകുന്നുണ്ട്, തിരുത്തലുകൾ ഉണ്ടാകുന്നുണ്ട്, രാജികൾ ഉണ്ടാകുന്നുണ്ട്, ഇനിയും രാജികൾ ഉണ്ടാകും. ഇടതുപക്ഷത്തുള്ളവർ പറയുന്നു, ഗായത്രി വർഷ അടക്കമുള്ളവർ പറയുന്നു, സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നു, ആരും ന്യായീകരിച്ചല്ല പറയുന്നേ, അവർ മാറി നിൽക്കട്ടെ എന്നാണ് പറയുന്നത്. അതായത് നേരത്തെ ടി ബി മിനി പറഞ്ഞു, ഒരു സൈബർ വിങ് സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടല്ല നിൽക്കുന്നത്, സർക്കാർ തിരുത്തണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കൈയടിച്ച് പാസ്സാക്കണ്ടേ? അതിലൊരു രാഷ്ട്രീയ പ്രതിഷേധത്തിനുള്ള അവസരമാണോ, അങ്ങനെ ഒരു സമയമാണോ ഇപ്പോൾ? ഇപ്പം 4.5 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാർ ഹേമ കമ്മിറ്റി, ജസ്റ്റിസ് ഹേമ സബ്മിറ്റ് ചെയ്തൊരു റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിട്ട് നമ്മൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അതെനിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു പ്രമുഖ സംവിധായകനെ കുറിച്ച്, അതായത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പദവിയിലിരുന്ന ഏതാനും മണിക്കൂറുകൾ മുമ്പ് വരെ ഇരുന്ന ഒരാളെ കുറിച്ച് ഒരു ബംഗാളി നടി ചില ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. ഇവിടുത്തെ സാംസ്കാരിക മന്ത്രി അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ സംവിധായകനാണെന്ന് പറയുന്നു. ആ സ്റ്റേറ്റ്മെന്റ്സിനോട് നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്നാണോ പറയുന്നത്? ഞാൻ പറയട്ടെ, നിർഭാഗ്യവശാൽ അത് ഏത് രീതിയിലെടുത്താലും എനിക്ക് വിരോധമില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ചില പദങ്ങൾ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. നിർഭാഗ്യവശാൽ ഒരു പറ്റം ആഭാസന്മാരാൽ ഭരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഈ സംസ്ഥാനം കൂപ്പുകുത്തിയിരിക്കുകയാണ്. സാംസ്കാരിക മന്ത്രി വന്നിട്ട് പറയുന്നു, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ സ്ത്രീ വിരുദ്ധനല്ല, എനിക്ക് 3 പെൺമക്കളുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, അമ്മയുണ്ട്, 5 പെണ്ണുങ്ങളുടെ നടുവിലാണ് ഞാൻ ജീവിക്കുന്നത്. സ്വന്തം പെൺമക്കളെ പീഡിപ്പിക്കുന്ന പിതാക്കന്മാരുടെ എത്രയോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ നടന്നിട്ടുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ രീതിയിൽ ഈ സ്ത്രീകളോട് സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കുന്ന സിനിമാ ഇൻഡസ്ട്രിയിലുള്ള മാന്യ മഹാജനങ്ങളുടെ വീടുകളിലെല്ലാം അവർക്ക് ഭാര്യമാരുണ്ട്, അവർക്ക് പെൺമക്കളും ഉണ്ട്, ചിലപ്പം പെൺകുട്ടികളായിട്ടുള്ള കൊച്ചുമക്കളുള്ളവരും ഉണ്ട്. അപ്പോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ സ്ത്രീ വിരുദ്ധനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാംസ്കാരിക മന്ത്രിയുടെ ഒരു മര്യാദയ്ക്ക് ചേർന്ന കാര്യങ്ങളാണോ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മുഖ്യമന്ത്രി വന്നിരുന്നു പറയുന്നു പത്രസമ്മേളനത്തിൽ, ഇരകളായിട്ടുള്ള പെൺകുട്ടികൾ പരാതി തരട്ടെ, ഈ പരാതി തരാതെ തന്നെ സർക്കാരിന് കേസെടുക്കാനുള്ള വകുപ്പുണ്ട് എന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് അറിയാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശക വൃന്ദത്തിന് അറിയാത്തത് കൊണ്ടാണോ? അല്ല, ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രിയെ പോലുള്ള ആളുകൾ വന്നിരുന്ന് ഒരു കാര്യം പറയുമ്പോൾ അതാണ് വസ്തുത, വാസ്തവം എന്ന് പറഞ്ഞ് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന നിഷ്കളങ്കരായിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനമാണ്. പക്ഷേ ചില കാര്യങ്ങൾ ചില ആളുകൾ വന്നിരുന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ച് കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന മനുഷ്യരുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ളത് ഓർക്കണം. സർക്കാർ എന്താണ് ചെയ്തത്? ഇപ്പൊ ഇവിടെ എന്നോട് ചോദിച്ചല്ലോ, സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞതിനേക്കാളും അധികം പേജുകൾ ആർക്ക് വേണ്ടിയാണ് സർക്കാർ പൂഴ്ത്തിയത്? ആരെയാണ് സർക്കാർ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ടൈറ്റിൽ ചോദിച്ചിട്ടില്ലേ, ഈ കൊടുങ്കാറ്റ് ഇനി എവിടെയെല്ലാം വീശുന്നു? ഇത് കൊടുങ്കാറ്റായിട്ടില്ല, ഇപ്പൊ വീശിക്കൊണ്ടിരിക്കുന്നത് മന്ദമാരുതനാണ്. കൊടുങ്കാറ്റ് വീശണമെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, പൂഴ്ത്തി വെച്ചിരിക്കുന്ന ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ജനമധ്യത്തിലേക്ക് അത് പൂർണ്ണമായിട്ടും അനാവരണം ചെയ്യപ്പെടണം. ഇപ്പോ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും സിദ്ദിഖ് എന്ന് പറയുന്ന AMMA മായുടെ മുൻ ജനറൽ സെക്രട്ടറിയും രാജിവെച്ചു. ഇതിൽ ശ്രീ സിദ്ദിഖിനെതിരെയുള്ള ആരോപണം എന്താണ്? ഇന്നലെ ആ പെൺകുട്ടി വളരെ വ്യക്തമായിട്ട് പല മാധ്യമങ്ങളിലും പറഞ്ഞ കാര്യമാണ്. എന്നോട് അയാൾ എന്തോ അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു എന്നുള്ള തരത്തിലാണ് ഇതിനു മുമ്പ് ഈ കുട്ടി ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടത്. അങ്ങനെയല്ല, ഹി റേപ്ഡ് മീ എന്ന് പറഞ്ഞു. ആ കുട്ടി ഉപയോഗിച്ച പദം ഞാനത് വീണ്ടും പ്ലേ ചെയ്ത് കേട്ടു. കാരണം അത് ഹി റേപ്ഡ് മീ എന്നാണ് പറഞ്ഞത്.
ഒരു പെൺകുട്ടിയെ ഒരാൾ റേപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു കൊഗ്നിസബിൾ ഒഫൻസ് ആണെന്നും അതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതും സർക്കാരിനോ കേരളത്തിലെ പോലീസ് സംവിധാനത്തിനോ അറിയാത്തതല്ലല്ലോ. ഓക്കെ, ഒരു മിനിറ്റ് വീണ, ഞാൻ വീണയിലേക്ക് തന്നെ തിരികെ ഒരു ടൈം ബാൻഡ് ബ്രേക്കുള്ളതാണ്. വീണയിലേക്ക് തന്നെ തിരികെ എത്താം. മറ്റ് പാനലിസ്റ്റുകളും ദയവായി തുടരുക. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം.